അതെ അതെ ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിൻബിൾ അക്കാദമിയുടെ മറ്റൊരു വെബിനാറിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ദിനേന എന്നോണം വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ വെബിനാറുകൾ നടത്തിക്കൊണ്ട് വരികയാണ്. സോ അത്തരത്തിൽ ഇന്നും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ അറിവുകൾ നേടിക്കൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അല്ലെ. സോ അത്തരത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ ജോയിൻ ചെയ്ത് ഇത്തരം അറിവുകൾ കളക്ട് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കരിയറിലും ഒരുപാട് ബെറ്റർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ അത്തരത്തിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ദ ക്ലിനീഷ്യൻസ് ഗൈഡ് ടു ADHD എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, ഈ ADHDയെ കുറിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും കാണപ്പെടാറുണ്ട്. ഇത് മുതിർന്നവരിലും അതുപോലെ കുട്ടികളിലും ഒരുപോലെ കാണുന്ന ഒരു ഡിസോർഡർ തന്നെയാണ്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു സെഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, അഡോളസന്റ് കൗൺസിലർ ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് എന്നൊരു വർക്ക്ഷോപ്പ് മാം നടത്തി വരുന്നുണ്ട്. അതിന്റെ 3rd ബാച്ച് നമ്മൾ നവംബർ 10-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ADHDയുടെ മാനേജ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻസ് എന്നുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടി നവംബർ 4-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വിൻബിൾ അക്കാദമിയിൽ കപ്പിൾ തെറാപ്പി, ACT, MBCT, ഫോൺ അഡിക്ഷൻ തുടങ്ങി ഒട്ടനവധി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷൻസും മാം നടത്തി വരുന്നു. മാമിന്റെ ഒരുപാട് കോഴ്സുകൾ സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന പല മുഖങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സോ ഈ ഒരു വെബിനാർ നമുക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഡീൽ ചെയ്തു പോകും. അപ്പൊ ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരു വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സ്നേഹ മാമിനെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മത്ത്. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ് മാം, ഓഡിയബിൾ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യണേ. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെക്ചർ മെത്തേഡിന് എനിക്ക് തീരെ താല്പര്യമില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വർക്ക് ചെയ്യുന്നവരുണ്ടാവും, സൈക്കോളജി ഫീൽഡിലുള്ളവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങള് വോയിസ് ഓൺ ആക്കാൻ പറ്റുന്നവർ വോയിസ് ഓൺ ആക്കുക, വീഡിയോ ആക്കാൻ പറ്റുന്നവർ വീഡിയോ ഓൺ ആക്കുക. ഇനി ഇത് രണ്ടും പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചാറ്റിലെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഓൾറെഡി റഹ്മത്ത് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്, ഒരുപാട് ഫ്രീ വെബിനാറുകൾ നടത്തി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അപ്പൊ തോന്നും ADHD ഒക്കെ ഒരു കോമൺ ടോപ്പിക് അല്ലേ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത് എന്നുള്ളത്. ഇത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് വേറൊരു ടോപ്പിക് ആണെങ്കിലും പിന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് ADHD എത്താൻ കാരണം പല ആളുകൾക്കും ADHD പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ ADHD എന്ന് പറയുന്നത് ഇപ്പോ സൈക്കോളജി ഫീൽഡിലുള്ളവർക്കായാലും ആ ഒരു ഫീൽഡിലോട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കായാലും പുറത്തുള്ളവർക്കായാലും പാരന്റ്സ്, ടീച്ചേഴ്സ്, അങ്ങനെയുള്ള ഒരു സംഭവത്തിലോട്ട് വരുമ്പോഴേക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ഒരു ടീച്ചേഴ്സിന് വേണ്ടി ഒരു സ്കൂളിൽ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ADHD ബേസ്ഡ്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് ADHD എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇനി അറിഞ്ഞാൽ തന്നെ അത് എങ്ങനെ മാനേജ് ചെയ്യണം, പ്രത്യേകിച്ചും ഒരു സ്കൂളിലോട്ട് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ പാരന്റ്സിന് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ അടുത്തേക്ക് കൂടുതലും പാരന്റ്സിനേക്കാളും വരുന്നത് ടീച്ചേഴ്സ് ആണ്. അവര് ക്ലാസ്സിൽ ADHD കുട്ടിയുണ്ട്, പറയുമ്പോൾ അത് പാരന്റ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നമുക്ക് എങ്ങനെയാണ് അത് ക്ലാസ്സിലൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുക, അങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞ സ്കൂളിൽ അങ്ങനെ ഒരു സെഷൻ വെച്ചു. ഇപ്പോഴാണ് വിചാരിച്ചത് എന്നാ പിന്നെ നമുക്ക് ADHD ഒരു ടോപ്പിക് ആയിട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ചുമ്മാ ADHD സിംറ്റം മാത്രമല്ല പറഞ്ഞു പോകുന്നത്, ചെറിയൊരു രീതിയിൽ ഒരു ബേസിക് ലെവലിലോട്ട് എന്താ പറയാ ഒരു സ്കൂളിലും വീട്ടിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, എന്താണ് ADHD? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ആരെങ്കിലും ഒരാൾ പറയോ? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ADHD എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് ADHD പറ്റിയിട്ട്? തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് റെസ്പോണ്ട് ചെയ്താൽ മതി. ആർക്കും ഒന്നും പറയാനില്ലേ?
ഓക്കെ, എന്തോ ഒരു റെസ്പോൺസ് വന്നിട്ട്. അബ്നോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ADHDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഓർ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. പലപ്പോഴും ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ശരിക്കും ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ അല്ല, ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. എന്താ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ? നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്ന, ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയാം. അതായത് കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ പല സമയത്തായിട്ട് സംഭവിക്കുന്ന ഇഷ്യൂസ് ആണ് ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അവർ വളർന്നു വരാം. അതായത് വളർന്നു വരിക പറഞ്ഞ പ്രസവിച്ച ശേഷമല്ല കേട്ടോ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഭ്രൂണം തൊട്ട് ഒരു കുട്ടി വളർന്നു വലുതായി വരുന്ന പല ഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതൊക്കെയാണ് ADHDക്ക് കാരണമാകുന്നത്. ബ്രെയിനിലെ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതാണ് ശരിക്കും ADHD. അപ്പൊ ADHD ഉള്ള ഒരു കുട്ടീന് എങ്ങനെയായിരിക്കും? അവർക്ക് അറ്റൻഷൻ ഇഷ്യൂസ് ഉണ്ടാവും, അവരുടെ ഇമ്പൾസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അവരുടെ പ്രായത്തിനനുസരിച്ച ഒരു രീതിയിലായിരിക്കില്ല അവരുടെ ആക്ടിവിറ്റി ലെവൽസ് ഒന്നും ഉണ്ടാവുന്നത്. അപ്പൊ ADHD എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ കുട്ടികളെ എങ്ങനെയായിരിക്കും? ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ടാവില്ല, എഴുന്നേറ്റ് നടക്കുന്നുണ്ടാവും അല്ലെ? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വികൃതികളാണ് അല്ലെങ്കിൽ പറഞ്ഞ അനുസരിക്കുന്നില്ല, ഇനി ശ്രദ്ധ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ മടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ADHD ഉള്ള കുട്ടികളെ നമ്മൾ പൊതുവെ മാറ്റി നിർത്താറുള്ളത്. ഇവിടെ നമ്മളൊരു ഏർലി ഇന്റർവെൻഷൻ നടത്തിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ അഡൽട്ട്ഹുഡിൽ എത്തും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, റീസെന്റ് ഒരുപാട് സെലിബ്രിറ്റീസ് ADHD ആൻഡ് ഓട്ടിസം ഒക്കെ ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫഹദ്, ജോൾസ്ന, ഇവരൊക്കെയാണ് ആ ഒരു മേഖലയിൽ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനൊക്കെ പറ്റി പറഞ്ഞത്. അത് എന്തുകൊണ്ടാ? ഈ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതുണ്ട്, കുട്ടിക്കാലം തൊട്ടേ ഇവർക്ക് ഇതുണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്തില്ല, ആ സമയത്ത് ആരും ഐഡന്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അഡൽട്ട് ആകുമ്പോഴും ആ കണ്ടീഷൻ അതേപോലെ നിലനിൽക്കുന്നത്. ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, സെൽഫ് കൺട്രോൾ കൃത്യമായിട്ട് ഉണ്ടാവില്ല, അവര് വർക്കുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും, ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക, അതേപോലെ ചിന്തിച്ച ശേഷം പ്രവർത്തിക്കുക, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും എന്തല്ല ഈ ഒരു ADHD ഉള്ള ഒരാൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് 3 കാറ്റഗറിയിലാണ് ഇതിന്റെ സിംറ്റംസ് വരിക. ഇതെല്ലാം ഒരാളിൽ ഉണ്ടാവാം, ചിലപ്പോൾ ഇതില്ലാതിരിക്കാം. 3 കാറ്റഗറീസ് ഉണ്ട്: ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി. ഇൻഅറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധിക്കില്ല, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ അവർ ശ്രദ്ധിക്കില്ല, ഒരു കാര്യത്തിൽ കണ്ടിന്യൂസ് ഫോക്കസ് കൊടുക്കാൻ അവർക്ക് പറ്റില്ല, ഒരു ടാസ്ക് ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അത് പറ്റില്ല. ഇതൊക്കെ ഇൻഅറ്റൻഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ അവിടെ നോക്കിയാൽ അറിയാം, ഒരു ടേബിള് പോലും ഒരു സാധനം എന്താ പറയാ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടൊന്നും അവർ വെച്ചിട്ടുണ്ടാകും. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എക്സസീവ് മൂവ്മെന്റ് ആയിരിക്കും, ഒരിടത്ത് ഇരിക്കില്ല. ഈവൻ ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരിടത്ത് നമ്മൾ ഇരുത്തിയാൽ ഇരിക്കില്ല, എഴുന്നേറ്റ് നടക്കും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, എപ്പോഴും കയ്യിൽ എന്തെങ്കിലും ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, എക്സസീവ് മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക, ഒരിടത്ത് ഒതുങ്ങി നിൽക്കുകയില്ല. ദെൻ ഇമ്പൾസിവിറ്റി എന്നാണ്, ക്വിക്ലി വിത്തൗട്ട് തിങ്കിങ്, ആലോചിക്കാതെ അവർ എടുത്തു ചാടിയ എല്ലാ കാര്യം പെരുമാറും. നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവർ ഇന്ററപ്റ്റ് ചെയ്യും, വെയിറ്റ് ചെയ്യില്ല, അവരുടെ ഊഴം വരുന്ന വരെ അവര് വെയിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഒട്ടും എന്ത് ചെയ്യില്ല, ഒരു ക്ഷമയില്ലാതെ, ഒരു പേഷ്യൻസ് ഇല്ലാതെ പെരുമാറാം. ഇങ്ങനെ 3 കാറ്റഗറിയാണ് ADHDക്ക് വരുന്നത്. ഇനി അത് ഓരോന്നും എന്താണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇൻഅറ്റൻഷൻ എന്ന് പറയുമ്പോഴേക്കും ചെറിയ ചെറിയ നോയ്സസ് മതി, എന്തെങ്കിലും മൂവ്മെന്റ് മതി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ മതി, പെട്ടെന്ന് അവർ ഡിസ്ട്രാക്റ്റഡ്. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കാന്ന് വെച്ചോ, അവിടെ നിന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ട് അവർ ഡിസ്ട്രാക്റ്റഡ് ആയി, പിന്നെ അവർ എഴുത്തിട്ടിട്ട് ആ സൗണ്ടിന് പുറകെ പോകും. അവിടുന്ന് മറ്റെന്തെങ്കിലും ഒരു കാര്യം കേൾക്കുവാണെങ്കിൽ അവർ അതിന്റെ പുറകെ പോകും. അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ആക്ടിവിറ്റിയിൽ അവർ സ്റ്റേ ഓൺ ചെയ്യുകയില്ല. അത് കളറിങ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയിൽ പിടിച്ചെടുത്താലും കുറച്ചു നേരം ചെയ്തിട്ട് അവർ അതൊന്ന് എഴുന്നേറ്റ് പോകും, കണ്ടിന്യൂസ് അത് കംപ്ലീറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ലിസൺ ചെയ്യുന്നുണ്ടാവില്ല, സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ല, എപ്പോഴും എന്തെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വരും. അത് അവരുടെ പെൻസിൽ ആവാം, ക്രയോൺസ് ആവാം, ടോയ്സ് ആവാം, ഈവൻ സ്പെക്സ് ആവാം.
അല്ലെങ്കിൽ വെച്ച സാധനങ്ങൾ വെച്ചെടുത്തായിരിക്കില്ല തിരിച്ചു വെക്കുന്നത്. എല്ലാം ഇങ്ങനെ ആയിരിക്കും. ഒരു കാര്യം ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ചെയ്യേയില്ല. സോ ദിസ് ഈസ് എ പിക്ചർ. ഭയങ്കര സ്റ്റിമുലസ് ഉണ്ടാവും, ഫോർഗെറ്റ്ഫുൾനെസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി ഒരു അഡൾട്ടിലോട്ടൊക്കെ വരുമ്പോഴേക്കും പ്രോക്രാസ്റ്റിനേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. വർക്ക് ലൈഫും ഹോം ലൈഫും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മെമ്മറി ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എപ്പോഴും അതുകൊണ്ട് അവർ വിഡ്രോ ചെയ്യും. കാരണം എല്ലാം മിസ് ഔട്ട് ആവുന്നത് കൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളിൽ നിന്നും വിഡ്രോ ചെയ്തേക്കും. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, കോൺസ്റ്റന്റ് മൂവ്മെന്റ് ആണ്. എപ്പോഴും റണ്ണിങ്, ക്ലൈംബിങ്, ജമ്പിങ്. അത് ഇവൻ ഇതൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടല്ലേ, കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് സെറ്റിംഗ് മാറും. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് അല്ല. ക്ലാസ് റൂം പറയുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കേണ്ട അവിടെ അവർ ഇരിക്കില്ല. എപ്പോഴും എന്തെങ്കിലും കയ്യിലിട്ട് തിരിച്ചുകൊണ്ടിരിക്കും. ഫിഡ്ജറ്റിങ് നന്നായിട്ടുണ്ടാവും. ക്വയറ്റ് പ്ലേ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു ഡ്രിവൺ ബൈ ദ മോട്ടർ, ഇവരൊരു മോട്ടർ വെച്ച് വിട്ട പോലെയാണ് ഇവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര എക്സസീവ് ടോക്കിംഗ് ആയിരിക്കും. സംസാരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, നിർത്തില്ല, എക്സസീവ് ആയിരിക്കും. ദെൻ ഇമ്പൾസിവിറ്റി, ഇടയിൽ കയറാം. ഒരു ഗെയിമില് നമ്മൾ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ഊഴമുണ്ടല്ലോ അല്ലെ, ഒരാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ആള്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി. പക്ഷെ ഇത് അവിടെ ഉണ്ടാവില്ല. മറ്റൊരാളുടെ ആക്ടിവിറ്റി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യില്ല, ഫിനിഷ് ചെയ്യാൻ സമ്മതിക്കില്ല. ഡിഫിക്കൽട്ടി ഉണ്ടാവും. ആ ടേൺ ടേക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, മറ്റുള്ളവരുടെ സാധനങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുക, ആ ഒരു രീതി ഉണ്ടാവും. ചിന്തിക്കാതെ പല കാര്യങ്ങളും അല്ലെ, സ്ട്രീറ്റിലോട്ട് പെട്ടെന്ന് ഓടിപ്പോവുക, അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ ചാടി കയറുക. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഓവർ റിയാക്ഷൻസ്, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കര തന്ത്രംസ് കാണിക്കും, ഈ രീതിയിലുള്ള ബിഹേവിയേഴ്സ്. അപ്പോ ഇങ്ങനെയൊക്കെ എന്തുണ്ടാവാം, ADHD ഉണ്ടാവും. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ഒരാളിൽ വരുമോ ചോദിച്ചാൽ ഇല്ല. ചിലവര് ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് ആയിരിക്കും. ഇവര് ഹൈപ്പർ ആക്റ്റീവ് ഒന്നും ഒരിക്കില്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ അവർക്ക് അറ്റൻഷൻ തീരെ ഉണ്ടാവില്ല. എന്നാൽ വേറെ ചില ആൾക്കാർ നേരെ തിരിച്ച്, അറ്റൻഷൻ ഒക്കെ ഉണ്ടാവും, വലിയ കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ എന്നോട് ഒരാള് പറഞ്ഞ കാര്യമാണ്, അവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്. അവൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ശ്രദ്ധിക്കും, ശ്രദ്ധിച്ച് അവൻ വേഗം എഴുതി തീർക്കും, എന്നിട്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ അവന്റെ എഴുതി കഴിഞ്ഞ് മറ്റുള്ള കുട്ടികൾ എഴുതി കഴിഞ്ഞിട്ടില്ല, ഇവരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കും. പക്ഷെ അപ്പൊ അവൻ എഴുന്നേറ്റ് നടക്കും, ബെഞ്ചിന്റെ മേലെ കയറി നിൽക്കും, മറ്റുള്ളവരിൽ നിന്ന് പെൻസിൽ എടുത്തുകൊണ്ട് വരും. ഇങ്ങനത്തെ ബിഹേവിയർ. ഇവന്റെ വർക്ക് കഴിഞ്ഞ് അവന് വെറുതെ ഇരിക്കാൻ വയ്യ. ഇങ്ങനെയാണ് ബിഹേവിയർ വരുന്നത്. സോ ചില കുട്ടികൾക്ക് അറ്റൻഷൻ ഉണ്ടാവും, നമ്മൾ പറയുന്ന കാര്യം അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് ആയിട്ടായിരിക്കും മാറുന്നത്. അതിപ്പോ നമുക്ക് രണ്ട് ടൈപ്പിലായിട്ടും പറയാം. ഇന്നറ്റൻറ്റീവ് ടൈപ്പും ഉണ്ടാവും, ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പും ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇത് രണ്ടും ചേർന്നതായിരിക്കും. അറ്റൻഷനും ഉണ്ടാവില്ല, ദെൻ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസിവിറ്റിയും ഉണ്ടായിരിക്കും. അപ്പൊ മൂന്ന് രീതിയിൽ വരാം. ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് വരാം, ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ് വരാം, അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സഡ് ആയിട്ടുള്ള മെത്തേഡ്. ഈ മൂന്ന് രീതിയിലായിരിക്കും ADHD നമ്മൾ എന്ത് ചെയ്യുക, പൊതുവെ കാണാറുള്ളത്. ക്ലിയർ ആണോ? സിംറ്റംസ് ക്ലിയർ ആണോ? നോട്ട്സ് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നോട്ട്സ് ഷെയർ ചെയ്യും കേട്ടോ. നമ്മുടെ സൈസോണിന്റെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യും. റെക്കോർഡിംഗ് ഇടുന്ന സമയത്ത് അതിന്റെ കൂടെ നോട്ട്സ് ഷെയർ ചെയ്തായിരിക്കും. ക്ലിയർ ആണ് മാം. ആഹാ, പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതെ, പെട്ടെന്നാ കണ്ട മിസ്സിന്റെ. ഞാൻ ശീല Okay. മാമായിട്ട് പറയായിരുന്നു, അയ്യോ ഒന്ന് മിസ്സിന്റെ ക്ലാസ് ഒക്കെ വല്ലതുണ്ടാ, ഞാനിങ്ങനെ ഫാദറിനോ വയ്യാത്തോണ്ട് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല. മാം പറഞ്ഞു ലിങ്ക് വരും, നോക്കിയിരിക്കാം. ഓക്കെ. കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോം മാനേജ്മെന്റ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോ ചിലപ്പോ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഒരു സൈക്കോളജിയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞാല് മടി ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇതിൽ ചിലപ്പോ സൈക്കോളജി ഫീൽഡ് ഇല്ലാത്തവരുണ്ടാവാം, പാരന്റ്സ് ഉണ്ടാവാം. അപ്പൊ പാരന്റ്സിനൊക്കെ ആദ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈവൻ ഇനി അതല്ല, സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ ഇപ്പൊ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പാരന്റ് വരുമ്പോൾ ഹോം റെമഡീസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഹോം മാനേജ്മെന്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പ്രിഡിക്റ്റബിൾ റൊട്ടീൻ ഉണ്ടാക്കിയിരിക്കുക.
ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ കാര്യങ്ങൾ കുട്ടിയെ ഏൽപ്പിക്കരുത്. അല്ലെങ്കിൽ അവരുടെ റൊട്ടീൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. അവർക്കത് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര പാടാ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഡേ എന്താണ് ആദ്യം കുളിച്ചു വന്നതും ഫുഡ് കൊടുത്തു, പിന്നെയാണ് ബാഗ് അറേഞ്ച് ചെയ്തതെന്ന് വിചാരിക്കും. അടുത്ത ദിവസം നിങ്ങൾ ബാഗ് അറേഞ്ച് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത്, കുട്ടി കൺഫ്യൂസ്ഡ് ആവും. മനസ്സിലായോ? അവന്റെ ഒരു റൊട്ടീൻ എന്നും മാക്സിമം ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള റൊട്ടീൻ വരാം. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ കൊടുക്കുക. ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻസ് ആ കുട്ടിയിൽ വെക്കാതിരിക്കുക. എന്തെങ്കിലും നല്ലൊരു ബിഹേവിയർ കാണുമ്പോൾ അതിനെ റെയിൻഫോഴ്സ് ചെയ്യാം. ഒരു കാം ആൻഡ് സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ് വേണം. അതേപോലെ തന്നെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യുകയും വേണം. ഇത് ഓരോന്ന് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതിന് നമുക്ക് ബിഹേവിയർ ടെക്നിക്സ് ഉപയോഗിക്കാം. നിങ്ങൾ കണ്ടിരുന്നോ എന്നറിയില്ല, റീസെന്റ് ADHD കാണിക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. തമിഴിലാണ്, പറந்து പോന്ന് പറഞ്ഞിട്ടൊരു മൂവി. ഇല്ല, അത് കണ്ടു നോക്കണം കേട്ടോ. ശരിക്കും നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ADHD എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാക്കി വിടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു മൂവി കണ്ടാൽ അറിയാം ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ സ്ട്രഗിൾ. ദെൻ പാരന്റ്സ് പലപ്പോഴും അവിടെ സപ്പോർട്ടീവ് ആണ്, എങ്കിൽ പോലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, പല കാര്യങ്ങളും മാനേജ് ചെയ്യാതെ വരാൻ പറ്റുന്ന ഇഷ്യൂസ്. അത് ആ മൂവിയിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ റീസെന്റ് ഒരു മലയാളം മൂവിയില് മറന്നുപോയത്, ആസിഫ് അലിയുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു മൂവി കേട്ടോ, എനിക്ക് ഓർമ്മ ഇതിൽ ഓർമ്മ ലാസ്റ്റ് പറയാം. അതിലും അത് തീം വേറെയാണ്, പക്ഷെ അതിലും നമ്മൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത്. അതിലാണ് ശരിക്കും പാരന്റ്സ് മനസ്സിലാക്കാത്തൊരു പാരന്റ്സ് ആണ് ആദ്യം. അവന് ADHD ആണെന്നോ അല്ലെങ്കിൽ അവന്റെ ഒരു ഇഷ്യൂ ആണെന്നോ മനസ്സിലാക്കാതെ അവനെ റൂമിൽ ലോക്ക് ചെയ്തൊക്കെ പോകുന്ന ഒരു സീൻ ഉണ്ട് അതില്. അങ്ങനത്തെ സീൻസ് ആണ് കൂടുതൽ. അപ്പൊ ആ ഒരു ഇമ്പാക്ട് മനസ്സിലാവും. അപ്പൊ ഈ കുട്ടികള് വാശി പിടിക്കുമ്പോ, തന്ത്രംസ് കാണിക്കുമ്പോ, ബഹളം വെക്കുമ്പോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ കൊണ്ട് കളയുമ്പോ സ്വാഭാവികമായിട്ട് പാരന്റ്സിന് ദേഷ്യം വരും. അവിടെ നമ്മൾ പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുക. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ബ്രെയിൻ അത് പറ്റുന്നില്ല കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാൻ, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് അവരുടെ ബ്രെയിന് ആ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ അവർക്കൊരു കൃത്യമായിട്ട് റൊട്ടീൻ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് അവര് പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാനുള്ള ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ADHD ഉള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. സോ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് പറയാം. കുറേ കാര്യങ്ങൾ അങ്ങനെ പറയാതെ ഇപ്പൊ ബെഞ്ചിന്റെ മേലെ കയറി നിൽക്കുവാണെങ്കിൽ ദേഷ്യപ്പെട്ട് നമ്മൾ ഇരിക്കുന്ന പറയുന്നതിന് പകരം കാല് നിലത്ത് ടച്ച് ചെയ്യാൻ പറയും. ഇരിക്കാൻ പറയാൻ ചിലപ്പോ കേൾക്കില്ലേ, ചെയ്യാന്ന് പറയും. കാല് നിലത്ത് ടച്ച് ചെയ്യണമെങ്കിൽ ഇറങ്ങി വരണമല്ലോ ബെഞ്ചിൽ നിന്ന്, ഫ്ലോറിൽ ടച്ച് ചെയ്യണമെങ്കിൽ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റിവാർഡ്സ് അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രൈസ് ചെയ്യുക. ചെറിയ ചെറിയ ടോക്കൺസ്, നമ്മൾ പറയില്ലേ ടോക്കൺ എക്കണോമി കൊടുക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ നമ്മൾ പ്രൈസ് ചെയ്തു, ആ നന്നായി ചെയ്തല്ല മോൻ അല്ലെങ്കിൽ മോൾ എന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം അതേ കാര്യം ചെയ്യുമ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കണം എന്ന്. ചെറിയ ചെറിയ മിസ്ബിഹേവിയേഴ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യുക. കുട്ടികളാണ് ഈ പറയുന്ന പെൻസിൽ കളഞ്ഞിട്ട് ദേഷ്യപ്പെടുക. ഒരു ചിലപ്പോ പെൻസിലായിരിക്കില്ല, പറയുമ്പോൾ കുറച്ച് വിലപിടിപ്പുള്ള സ്പെറ്റ്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ദേഷ്യപ്പെടുന്നതിന് പകരം അവര് ക്ലാരിറ്റിയോടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു എഫേർട്ടിന്, ഈവൻ അവരൊരു വർക്ക് ചെയ്യാൻ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു ഹോംവർക്ക് ചെയ്യാൻ സാധാരണ 5 മിനിറ്റിൽ പോകുന്ന ഒരാള് 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ റിവാർഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഫേർട്ടിനെ മാനിക്കുക എന്നുള്ളതാണ്. കാരണം അപ്പോഴേ അവരവിടെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുള്ളൂ. ഈ റിവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര വലിയ വലിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന്. അല്ല, അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഒരു പ്ലേ ടൈം കൊടുക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാന്ന് പറയാ, ഒരു വീക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇത് ചെയ്തു തരാം. എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. അവർക്ക് ആവശ്യമുള്ള, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റിവാർഡ്സ് ആയിരിക്കണം. ഒരിക്കലും എക്സ്പെൻസീവ് റിവാർഡ്സ് കൊടുക്കരുത് കേട്ടോ. അത് വേറൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ഇപ്പൊ എക്സ്പെൻസീവ് അല്ലാത്ത ചെറിയ ചെറിയ, ഇപ്പൊ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ അവർ ആഗ്രഹിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഈ 1 വീക്ക് അവർ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർസ് ഒക്കെ കൊടുത്തിട്ട്, നമ്മൾ ടോക്കൺ എക്കണോമി എന്ന് പറയും, ഒരു ഷീറ്റ് ഒക്കെ എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു സ്റ്റാർ, അടുത്ത ദിവസം അതൊരു പ്രോപ്പറായിട്ട് ചെയ്ത 2ാമത്തെ സ്റ്റാർ, അങ്ങനെ 5 സ്റ്റാർ ആയാൽ ഇന്ന റിവാർഡ് തരാം.
എന്ന് നമ്മൾ അവരെ പറയുമ്പോൾ അവർ ആ സ്റ്റാർ നേടാൻ മാക്സിമം ശ്രദ്ധിക്കും. അത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇപ്പൊ ഞാനൊരു ടീച്ചറും കൂടിയാണ്, അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളോട് ചെയ്യുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളോട്, അവരുടെ നമ്മള് ഈ പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞിട്ടേ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ ഓടി വരും, വേഗം വേഗം പഠിച്ചിട്ട് വരും. അത്ര നേരം പഠിക്കാൻ മടിയുള്ള പിള്ളേര് ആ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം വേഗം പഠിച്ചേൽപ്പിക്കും. പഠിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ ആ ഒരു റിവാർഡ് ഉണ്ടല്ലോ, ആ ചെറിയ സാധനം, അതിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ബിഹേവിയർ ടെക്നിക്സ് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാം. ഒരിക്കലും കുട്ടികളോട് തർക്കിക്കാൻ നിൽക്കരുത്, വാശി പിടിക്കാൻ നിൽക്കരുത്. കാരണം കുട്ടികൾ വാശി കാണിക്കുമ്പോൾ നമ്മൾ വാശി കാണിച്ചാൽ അത് ശരിയാണെന്നാണ് അവർ വിചാരിക്കുക. അവർക്ക് അറിയില്ല, അവർക്ക് വേർതിരിച്ചറിയാനുള്ള ഒരു പ്രായം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തില് നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതിന് പകരം പറ്റുന്ന കാര്യങ്ങള് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ആ കുട്ടികൾ പെരുമാറണം എന്ന് വിചാരിച്ചാല് ഒട്ടും പോസിബിൾ അല്ല. അത് ADHD അല്ല, ഏത് ടൈപ്പ് ഓഫ് മക്കളായാലും പാരന്റ്സിന് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരെങ്ങ് ഫോഴ്സ് ചെയ്യും എല്ലാ കാര്യം. എല്ലാ പാരന്റ്സും അല്ല കേട്ടോ, പല പാരന്റ്സും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യാറുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഈ വർക്ക് തീർക്കണം, ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്യണം എന്നുള്ള ഒരു ഫോഴ്സ്. അത് ADHD കുട്ടികളിൽ തീരെ പോസിബിൾ അല്ല. നല്ല ക്ഷമയോടുകൂടെ തന്നെ പാരന്റ്സ് ഇരിക്കണം. ക്ലിയർ ആണോ ഇതുവരെ? മൂവി നെയിം റിപ്പീറ്റ് ചെയ്യാനോ? മൂവി നെയിം പറന്തുപോ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് മൂവിയാണ്. മലയാളം എനിക്ക് പേര് ഓർമ്മ. സർക്കിട്ട്, ആസിഫ് അലിയുടെ സർക്കിട്ട്, അതില് കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ആസിഫ് അലിയുടെ ലൈഫാണ്, വേറൊരു ഇതാണ്. പക്ഷെ ഇതിന്റെ ബാക്കിയായിട്ട് ഈ ഒരു സെക്ഷൻ വരുന്നുണ്ട്, ഫാമിലി അതിലോട്ട് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഈ രണ്ട് മൂവീസും ഭയങ്കര റെലവൻസ് ഉള്ള മൂവീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കഥയൊക്കെ ആവറേജ് ആയിരിക്കും, പക്ഷെ അതിൽ കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ കാണിക്കുന്നത് അവര് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ADHD കുട്ടികൾക്ക് നമുക്ക് ബിഹേവിയർ വരുമ്പോ അത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം? അവരെ റെയിൻഫോഴ്സ് ചെയ്യണം. പണിഷ്മെന്റ്സിന് പകരം അവിടെ റെയിൻഫോഴ്സ്മെന്റ് കൊണ്ടുവരാം. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, ഒന്നിച്ച് ഫോഴ്സ് ചെയ്യാതിരിക്കുക, അവർക്ക് റിവാർഡ്സ് കൊടുക്കുക, ടോക്കൺസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുമ്പോഴേക്കും പാരന്റ് ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കണം. പാരന്റ്സിന് പറഞ്ഞു കൊടുക്കണം. കാരണം പാരന്റ്സിനും അറിയില്ല. കാരണം അവർക്കും ഈ രീതിയിൽ കുട്ടികൾ പെരുമാറുമ്പോൾ പലയിടത്തും പോകുമ്പോഴും ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലെ? അപ്പൊ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കുക, ഒരു പ്രെഡിക്റ്റബിൾ റൊട്ടീൻ ഉണ്ടാക്കുക. രാവിലെ എഴുന്നേക്കാൻ, ഹോംവർക്ക് ചെയ്യാൻ, ബെഡ് ടൈമിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ ഒരു റൊട്ടീൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇൻസ്ട്രക്ഷൻസ് ഒറ്റയടിക്ക് കുറെ കാര്യങ്ങൾ പറയാതെ ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം അവർക്ക് ലോങ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ഇല്ല. അപ്പോ എപ്പോഴും ഷോർട്ട് സെന്റൻസുകൾ കൊടുക്കുക. അത് ഒരു കാര്യം പറഞ്ഞവര് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത കാര്യം പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യം ഒരു പാരഗ്രാഫ് പോലെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വളരെ ഷോർട്ടായിട്ട് സ്പെസിഫിക് ആയിട്ട് 1 by 1 ആയിട്ട് എന്ത് കൊടുക്കുക? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാമായിട്ടിരിക്കണം, ആർഗ്യൂ ചെയ്യാതിരിക്കുക, റിവാർഡ് സിസ്റ്റംസ് കൊടുക്കുക. ദെൻ ആ ഒരു മോഡൽ ഓഫ് പേഷ്യൻസ്, നമ്മൾ പേഷ്യൻസ് കാണിക്കുമ്പോൾ കുട്ടികളും അത് കാണിക്കും. ഇതാണ് നമ്മൾ ബിഹേവിയർ ടെക്നിക്കലി ചെയ്യും. ഇനി കോഗ്നിറ്റീവ് ടെക്നിക്സിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെ, നമ്മളൊരു അഡോളസെൻസിലോട്ടൊക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് കുറെ നെഗറ്റീവ് തോട്ടും കൂടെ വരും. ചെറിയ കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചില കുട്ടികൾ പാരന്റ്സിനോട് ഓപ്പൺ ആയിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി അഡോളസെൻസിലോട്ടൊക്കെ ആണെങ്കിൽ അവര് നമ്മുടെ അടുത്തേക്ക് സെഷൻ വരുമ്പോൾ അവർ പറയും. അതിനെ മാറ്റി കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെൽഫ് ടോക്കിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും, കുറച്ച് ചെയ്യാൻ പറ്റില്ലേ. ഞാനൊക്കെ എന്റെ പിള്ളേര് വന്നിട്ട് പറയും, ഞാനിപ്പോ എന്താ പറയാ, ഇത് ഫുള്ള് പഠിക്കാൻ പറ്റില്ല ടീച്ചറെ, ഇത് എത്രയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇത് നീ ഫുള്ള് പഠിക്കണ്ട, നീ ആദ്യം ഒരു പേജ് പഠിച്ചിട്ട് അത് പഠിക്കാൻ പറ്റുണ്ടോ എന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് അടുത്ത പേജ് ആലോചിക്കാം. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
അവരോട് പറയുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോ ജസ്റ്റ് ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു സെൽഫ് ടോക്ക്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെൽഫ് ടോക്കിലോട്ട് അവരെ കൊണ്ടുവരും. ചെറുത് ചെയ്യേ, കുറച്ച് ചെയ്യേ, നിനക്ക് പറ്റും, ഇത്ര ചെയ്താൽ മതി ഇന്ന്, അല്ലെങ്കിൽ ഇത് നീ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് നമ്മളാണ് ചെയ്യേണ്ടത്, സൈക്കോളജിസ്റ്റുകൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയടിക്കല്ല. ദെൻ അഡോളസൻസ് ഒക്കെ വരുമ്പോഴേക്കാണെങ്കിലും നമുക്കിവിടെ ഇത് കുട്ടികളിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി, പാരന്റ്സ് പറഞ്ഞു കൊടുത്താൽ മതി. പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ മക്കളാകുമ്പോൾ അവരത് ചെയ്തു പോകും. അഡോളസൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരോട് പറയാം, സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആദ്യം തിങ്ക് ചെയ്യാൻ പറയും. എന്താണ് പ്രശ്നം എന്ന് അവരോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയണം. അവരോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ അവർക്കൊരു കാര്യം കിട്ടും. എന്നിട്ട് അവരോട് പറയാം അതിന് എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്. നമ്മളൊരു തോട്ട് റെക്കോർഡ് പോലെ തന്നെ അവരെ എന്ത് ചെയ്യുന്നു, അവരോട് എന്താണ് പ്രോബ്ലം ചോദിക്കുന്നു, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് ആ കുട്ടികളെ കൊണ്ട് തന്നെ പറയിക്കുക എന്നുള്ളത്. അപ്പൊ കുറെ സാധ്യതകൾ അവർ നമ്മളോട് പറയും. ഒന്ന് വിചാരിക്കാനാണ് അവർ പറയില്ല എന്ന്, പക്ഷെ പറയും. അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അവർ പറയും. അപ്പൊ ബ്രെയിൻ സ്റ്റോം സൊല്യൂഷൻ കൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അവര് കുറച്ച് ഓപ്ഷൻസ് പറയും. അവരുടെ പ്രശ്നം എന്താണോ അത് സോൾവ് ചെയ്യാൻ അവർ കുറെ ഓപ്ഷൻസ് പറയും. അപ്പൊ അവരോട് ചോദിക്കുക, ഓക്കെ ഇങ്ങനെയാണ്, അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ഏതായിരിക്കും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും എന്ന് സ്വയം മോണിറ്റർ ചെയ്യാൻ പറയും. ഇത് ചെറിയ മക്കൾക്ക് പറ്റില്ല കേട്ടോ, ഞാൻ ആദ്യമേ പറയുന്നു. ഇത് പാരന്റ്സിനെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരും. പക്ഷെ അഡോളസൻസിന് ഇത് വർക്കിംഗ് ആണ്. അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴേക്കും അവർക്ക് എന്ത് പറയാം, അവരോട് തന്നെ ഒരു ഒപ്പീനിയൻ ചോദിച്ച് അവരൊരു എടുക്കുന്ന ഡിസിഷന്റെ കൂടെ നിൽക്കുക. അത് ട്രൈ ചെയ്യുമ്പോൾ അവർ ബെറ്റർ ആവുന്നുണ്ടോ, മാറ്റം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. ആ സെൽഫ് മോണിറ്ററിങ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളെ അറിയിക്കാൻ പറയാം. ഒരു 1 വീക്ക് അതൊന്ന് നോട്ട് ചെയ്തിട്ട് അറിയിക്കാൻ പറയാം. അപ്പൊ അവരുടെ ആ തോട്ടിൽ മാറ്റും. ഹൗ വെൽ ഡിഡ് ഐ ഫോക്കസ് ടുഡേ, ഞാൻ എത്രത്തോളം ഇത് ഫോക്കസ് ചെയ്തു. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോഴാണ് അവരുടെ ശ്രദ്ധ മാറുന്നത് എന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ 2 അവർ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂർ വീട്ടിലല്ലോ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ അവരുടേതായ ഓപ്ഷൻസ് പറയും. ചിലപ്പോൾ ബ്രേക്ക് എടുക്കണം എന്ന് പറയും. ചില കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും എന്താ പറയാ ഒന്നിച്ച് ഒരേ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാത്തായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം അവർ പറയുമ്പോൾ അവരോട് സൊല്യൂഷൻ ചോദിക്കുക. ദെൻ ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. പഠിക്കുന്നതിലാണ് പ്രശ്നം വെച്ചാൽ നമ്മളല്ലേ പൊമഡോറോ ടെക്നിക് എന്ന് പറയും. ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് പഠിച്ചിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ദെൻ വീണ്ടും 20 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഈ ഒരു രീതി ADHD ഉള്ള കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ചിലർക്ക് 20 മിനിറ്റ്സ് പറ്റില്ല, 50 മിനിറ്റ്സ് ആയിരിക്കും അറ്റൻഷൻ. അതായത് 50 മിനിറ്റ്സ് അവരുടെ ശ്രദ്ധ പോകുന്നവരെ പഠിക്കുക, ബ്രേക്ക് എടുക്കുക, തിരിച്ചു പോവുക, വരിക. എന്നിട്ട് ഇവരോട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു, എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യുക. അപ്പൊ അവർക്ക് ആ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടും. ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട് മാം. കേട്ടിട്ടുണ്ട്. മാമിന്റെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ല, വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കട്ടെ. കേട്ടിട്ടില്ല. ആക്ച്വലി മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, കേട്ടിട്ടില്ല. ഓക്കെ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. നമ്മളൊരു ഏഷ്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മള് ഇന്ത്യൻ സൈക്കോളജിയുടെ ഒരു ഭാഗമൊക്കെ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്ത് വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക്. ഇന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ CBTയുടെ കൂടെയാണെങ്കിലും മറ്റ് തെറാപ്പികളുടെ കൂടെയാണെങ്കിലും ഒക്കെ കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട് MBCT, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. എപ്പോഴും കോഗ്നിറ്റീവ് തെറാപ്പിയുടെ കൂടെ ഇപ്പൊ നമ്മൾ എന്തും കൂടെ കൊണ്ടുപോകാറുണ്ട്, മൈൻഡ്ഫുൾനെസ് ടെക്നിക്കും കൂടെ കൊണ്ടുപോകാറുണ്ട്. അതിന്റെ തന്നെ വേറൊരു ഫോമാണ് DBT, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകളും അതുപോലെ ACT,
ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ പല തെറാപ്പിയിലും നമ്മൾ മൈൻഡ്ഫുൾനെസ് വരുന്നുണ്ട്. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഷോർട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് അറിയാത്തതുകൊണ്ട് ഞാൻ 1-2 എക്സസൈസ് ജസ്റ്റ് പറഞ്ഞു പോവാം. നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൽ ബേസിക് ആയിട്ട് ചെയ്യിക്കുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് 4-7-8. 4-7-8 എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് എടുത്തിട്ട് ഇൻഹെയിൽ ചെയ്യുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് എടുത്തിട്ട് എക്സെയിൽ ചെയ്യാം. ഇൻഹെയിൽ ചെയ്യാൻ 4 സെക്കൻഡ്, കുറച്ച് എണ്ണി നോക്കുമൊന്നും വേണ്ട കേട്ടോ, ഇത് കൃത്യം 4 ആയോ എന്നൊന്നും. ഒരു ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവില്ല 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും. അപ്പൊ 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് അത് എക്സെയിൽ ചെയ്യുക. പക്ഷെ ഈ ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുന്ന മൊമെന്റില് നമ്മൾ ആ ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യണം. ലൈക്ക് പ്രാണായാമ പോലെ അല്ലേ? യെസ്, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇത് തന്നെ വേറെ ഉണ്ട് കേട്ടോ, ബോക്സ് ബ്രീത്തിങ് പറയും. അതെല്ലാം 4 സെക്കൻഡ് ആയിരിക്കും. 4-ഓ 5-ഓ എത്രയാണോ, എത്ര സെക്കൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ അതേപോലെ 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, 4 സെക്കൻഡ് എക്സെയിൽ ചെയ്യുന്നു, ദെൻ റിപ്പീറ്റ്. ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ബേസിക് ടെക്നിക്സ് ആണ്. എല്ലാ ടെക്നിക്കും പറയാനുള്ള ഒരു ടൈം ഇല്ല മൈൻഡ്ഫുൾനെസ്സിലോട്ട്. ദെൻ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യും നമ്മള്. ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ എപ്പോഴും ചെയ്യിക്കുന്നതാണ് 5. ഞാനിത് ഗ്രൂപ്പിൽ വേറെ ഇട്ട് തരാം കേട്ടോ, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു നോക്ക്. 5-4-3-2-1 എന്നുള്ള ടെക്നിക്ക്. 5-4-3-2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 കാണുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. നമ്മള് കുട്ടികളെ ടെൻസ്ഡ് ആകുമ്പോ, ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോ പതിയേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കാൻ നമ്മൾ ചെയ്യിക്കാൻ പറ്റുന്നത്. അഡൽട്സിനും ചെയ്യാട്ടോ. നമ്മള് വറീഡ് ആകുമ്പോ, ഓവർവെൽമഡ് ആകുമ്പോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടിങ് എക്സസൈസ് ആണ് 5-4-3-2-1. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണ്ടേ, അല്ലാതെ സ്ട്രെസ് വരുമ്പോൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ കാണുന്ന 5 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അതിന്റെ പേര് പറയാം. പിന്നെ ടച്ച്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ആണെങ്കിൽ ഇപ്പൊ ലാപ്ടോപ്പ് ഉണ്ട്, ഇവിടെ ഒരു മിറർ ഇരിപ്പുണ്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ട്, ബോക്സ് ഇരിപ്പുണ്ട്, ഫോൺ ഇരിപ്പുണ്ട്, 5. അത് ശരിക്കും ഉറക്കെ പറയണം എന്നാണ്. നമ്മൾ എല്ലാ സിറ്റുവേഷനും ഉറക്കെ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിൽ പറയുകയാണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ, ചുറ്റുള്ളിൽ നമുക്ക് ടച്ച് ചെയ്താൽ ഫീൽ കിട്ടുന്ന 4 കാര്യങ്ങൾ എന്നുള്ളതാണ്. ക്ലോത്തിന്റെ ടെക്സ്ചർ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ലാപ്ടോപ്പ്, എന്തെങ്കിലും അങ്ങനത്തെ 4 കാര്യങ്ങൾ. ദെൻ കേൾക്കുന്ന 3 കാര്യങ്ങൾ. നമുക്കിപ്പോ ചുറ്റും കേൾക്കുന്ന എന്തെങ്കിലും, ഇപ്പൊ എനിക്ക് ഫാനിന്റെ സൗണ്ട് കേൾക്കാം, ടിവിയുടെ സൗണ്ട് കേൾക്കാം, ഇവൻ നിങ്ങൾക്കാണെങ്കിൽ ഇതേപോലെ കുറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും. ദെൻ 2 സ്മെല്ലാണ്, എന്തെങ്കിലും സ്മെല്ല് വരണ്ടോ എന്നുള്ളത്. എനിക്ക് നല്ല ജലദോഷമാണ്, അതുകൊണ്ട് ഒന്നും വരുന്നില്ല. പക്ഷെ അല്ലാത്ത ടൈമിൽ നമുക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലും സ്മെല്ല് വരുമല്ലോ. ഇനി സ്മെല്ല് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത് ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ എന്തിൻ്റെങ്കിലും സ്മെല്ല് ഇമാജിൻ ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉമിനീര് ഇറക്കാൻ നമുക്ക് വെള്ളമെടുത്ത് കുടിക്കുക. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമാജിൻ ചെയ്യാം ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ് ഫുഡോ എന്തെങ്കിലും. നമ്മൾ ഡെയിലി ചെയ്യാം. ഇതിന് മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന്റെ ഇടയിൽ വേറെ ഒന്നും ആലോചിക്കാൻ പാടില്ല. നമ്മൾ ഈ ആക്ടിവിറ്റി ഇതേ ഓർഡറിൽ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മളിത് ആൻസൈറ്റി ഉള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ടെക്നിക്ക് ആട്ടോ, ഗ്രൗണ്ട് ടെക്നിക്ക്. പെട്ടെന്ന് അവരുടെ ആൻസൈറ്റിയിൽ നിന്ന് അവർ പുറത്തു വരും. പാനിക് അറ്റാക്ക് ഒക്കെ വന്ന് പാനിക് ആവുന്ന സമയത്ത്, അറ്റാക്ക് വരുമ്പോഴല്ല, പാനിക്കൊക്കെ ആവുന്ന സമയത്ത് ഗ്രൗണ്ടിങ് ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് അവരുടെ ശ്രദ്ധ തിരിക്കുമ്പോണ്ടല്ലോ, അവരുടെ ഒരു പേടിയൊക്കെ ഒന്ന് കാം ഡൗൺ ആവുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, പക്ഷെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആവുന്ന ഒരു കാര്യം കൂടിയാണ്. അറ്റൻഷൻ കൂട്ടും, നമ്മുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടാനാണ് ഈ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ഡെയിലി ചെയ്യിക്കുന്നത്. അപ്പൊ കുട്ടികളാണെങ്കിൽ അവർ ഓർത്തോത് ചെയ്യില്ല, പക്ഷെ നമുക്ക് പാരന്റ്സിന് കൂടി ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ 5 കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, ഇങ്ങനെ ചോദിച്ച് അവരെ കൊണ്ട്
ചെയ്യിക്കാം. പതിയെ പതിയെ അത് പ്രാക്ടീസിലോട്ട് കൊണ്ടുവരാം. പിന്നെ അതല്ലെങ്കിൽ കുറച്ച് മൈൻഡ്ഫുൾ ഗെയിംസ്, കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ വേഗം ശ്രദ്ധിക്കും. അപ്പോൾ എന്തെങ്കിലും കളേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും കളേഴ്സ്, അതിന്റെ പേര് പറയാ, അതിൽ ഫോക്കസ് ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുക. അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഫോക്കസ് ചെയ്തിട്ട് എന്തൊക്കെ സൗണ്ട് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ പതിയെ പതിയെ അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് പോസ് ആൻഡ് പ്ലാന്റ്. ഇമ്പൾസീവ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് നിന്നിട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോ എന്റെ ക്ലാസ്സിൽ ഒരു ADHD ഉള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ. നല്ല രസാ. അവൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ നമുക്ക് വേറെ അറിയാൻ പറ്റും. എല്ലാവർക്കും അറിയാം. അവന്റെ അടുത്ത് അവിടെ വേറെ ടീച്ചർ ഉണ്ടെങ്കിലും ഇവരുണ്ടല്ലോ, നമ്മൾ 10ാം ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കണേ, എന്റെ ട്യൂഷൻ സെന്റർ ആണ്. ഇപ്പൊ നമുക്ക് അറ്റ് എ ടൈം 2 ക്ലാസ് ഒക്കെ അപ്പുറം അപ്പുറം 3 ഉണ്ടാവും. ഇവന്റെ ക്ലാസ്സിലൊന്നും ആയിരിക്കില്ല ഇവന്റെ ശ്രദ്ധ, ഇപ്പുറത്തേക്കൊക്കെ ആയിരിക്കും ചില സമയത്ത്. എന്നിട്ട് ഇവൻ അവിടെ ഇരുന്നിട്ട് എന്നെ വിളിക്കും. അപ്പൊ ഇവന് ഈ പരിപാടി കുറേ കാലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് ഒരു സാധനം ബോർഡിൽ എഴുതുമ്പോഴേക്കും ഇവന് ഇവിടുന്ന് വിളിക്കും. ഇവർക്ക് കാണാം അപ്പുറത്തുനിന്ന്. അപ്പൊ ഇതിങ്ങനെ ഓരോന്നാണ്. അതേപോലെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇതിനിടയിൽ ചാടിക്കറി ഉത്തരം പറയും. അപ്പൊ ഞാൻ അവരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവൻ പറയുന്നത് ഞാൻ പറയും. അവനിടയിൽ കയറും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ടീച്ചറെ ഇതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ. ഞാൻ പറയാം, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ്സ് നമ്മൾ പതിയെ അവരെ പോസ് ചെയ്യിക്കുക. അതായത് എന്തൊരു ചോദ്യം തുടങ്ങുന്നതിന് മുന്നേ അവൻ ഒച്ചെടുത്ത് പറയണത്. അവിടെ അല്ല ശരി, ഞാൻ ആദ്യം കേട്ടിരിക്കും. എന്നിട്ട് ഞാൻ പറയും, അടുത്ത പ്രാവശ്യം ഞാൻ ചോദ്യം മുഴുവൻ ചോദിച്ചിട്ടേ പറയാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ കുറെ മാസം എടുത്തു അവൻ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ ആ ക്ലാസ്സിൽ. ഇവനില്ലെങ്കിൽ എണീറ്റ്, ഇവന്റെ 6ാം ക്ലാസ്സിലാ, 10ാം ക്ലാസ്സിന്റെ അവിടേക്ക് എണീറ്റ് വരും. ഒരിടത്ത് ഇരിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അതിനെ എണീറ്റ് പോകും. മറ്റുള്ള പിള്ളേരുടെ സാധനങ്ങൾ എടുത്തിട്ട് പോകും, പെൻസില്. എന്നിട്ട് ഇവര് തല്ലുകൂടിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. മറ്റേ ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. പിന്നെ അവർ എണീറ്റ് പോയാൽ പോട്ടേതായി. അങ്ങനെയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഇത് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ അത് ഹാൻഡിൽ ചെയ്തത്. അപ്പൊ അങ്ങനെ പതിയെ 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 അവരെ പോസ് ആൻഡ് പ്ലാൻ. എന്തിനു ചെയ്യുന്നതിന് മുന്നേ പോസ് ചെയ്യാൻ പറയും. ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, പെൻസിൽ അവൻ ചാടിക്കറി ഇങ്ങനെ തട്ടിപ്പറിക്കണം. ഞങ്ങൾ തട്ടിപ്പറിക്കണേ. ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇത് നല്ല കുട്ടികളുടെ ശീലമാണോ? നല്ല ടീച്ചറെ, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല. അടുത്ത പ്രാവശ്യം ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ തന്നെ അവൻ പതിയെ അത് ഇനി ഞാൻ ചെയ്യില്ല. പിന്നെ അവൻ എടുക്കുമ്പോഴേക്കും ഒന്ന് ആലോചിക്കും, എടുക്കണോ വേണ്ടയോ, ഒന്ന് തിങ്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് നോക്കും. എന്നിട്ട് പിന്നെ എടുക്കില്ല. പേടി കൊണ്ടൊന്നല്ല കേട്ടോ, എന്നോട് നല്ല വർത്തമാനം പറയും, എന്നെ നല്ല പിന്നാലെ നടക്കുകയും ചെയ്യും. പക്ഷെ അത് പതിയെ 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 നമുക്ക് കൺട്രോൾ ചെയ്തോണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് ഈ പറഞ്ഞത് നല്ല ക്ഷമ വേണം. അത് പാരന്റ്സ് ആണ്. പക്ഷെ പാരന്റ്സിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർക്കും വീട്ടിലെ കാര്യങ്ങളും വരുമ്പോ ഈ പാരന്റ്സിന് ഈ പേഷ്യൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ അടുത്ത് വരുമ്പോ അവർ 1.5 മണിക്കൂർ 2 മണിക്കൂറേ ഉള്ളൂ. പാരന്റ്സിനെ സംബന്ധിച്ച് കുറേ ടൈം ഉണ്ട് കുട്ടികളുടെ കൂടെ അല്ലെ. അപ്പൊ ആ ഒരു കാര്യമൊക്കെ വരുമ്പോ പെട്ടെന്ന് പാരന്റ്സ് ബേസ്റ്റ് ഔട്ട് ആവും, അവര് ദേഷ്യപ്പെടും. അത് പറ്റില്ല. പതിയെ 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 ഇവർക്ക് ഈ പോസ് ആൻഡ് പ്ലാൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിലും നമ്മൾ അവിടെ ഇരുത്തി ഇത് ചെയ്യിക്കണം. ADHD ഉള്ള കുട്ടികൾക്ക് ഓൺലൈൻ ഒന്നും കൗൺസിലിംഗ് കൊടുക്കരുത് കേട്ടോ. അവർക്ക് ഓഫ്ലൈൻ കൗൺസിലിംഗ് തന്നെ കൊടുക്കണം. അവരെ നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് കൊണ്ടുവരുമ്പോൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവരെ ഇരുത്തി പതുക്കെ പതുക്കെ ചെയ്യുക. വർക്ക് ബുക്കുകൾ ഉണ്ട് നമുക്ക് ADHD പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ അത്തരം ആക്ടിവിറ്റീസ് പതുക്കെ പതുക്കെ നിർത്തി നിർത്തി പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അവരുടെ പിന്നെ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അത് പക്ഷെ ഒരുപാട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ ആപ്പുകളൊന്നും കൊടുക്കരുത്. അല്ല, കുറച്ച് ടൈം ലിമിറ്റഡ് സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്മൈലിംഗ് മൈൻഡ്, ഹെഡ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പുകളുണ്ട് ഫോണിൽ. അത് ഡൗൺലോഡ് ചെയ്ത് അതിലെ ആക്ടിവിറ്റീസ് ചെയ്യാം. പക്ഷെ പാരന്റ്സ് കൂടെ ഇരിക്കണം. കുറച്ച് ടൈം ആ ഒരു സ്ക്രീൻ ടൈം നിയന്ത്രിച്ചിട്ട് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അഡിക്ഷനിലോട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. മാഡത്തിലേ നിങ്ങള് പിന്നെ അതിൽ ഫോക്കസ് ഓൺ കളർ ഇതൊക്കെ പറഞ്ഞല്ലോ, അതിൽ സ്ലോ മൂവ്മെന്റ് പറഞ്ഞില്ല. അത് എങ്ങനെയാ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാ? സ്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞത് അതിപ്പോ ഫോർ എക്സാമ്പിൾ
അവർക്ക് എന്തെങ്കിലും ഒരു സാധനം അടുക്കി പെറുക്കി വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ എടുത്ത് വെക്കുന്നത്, അറേഞ്ച് ചെയ്യുന്നത് പതുക്കെ പതുക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക്. ദെൻ അതാണ് എഴുതുന്ന കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും മൂവ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട്, ഇപ്പൊ ഇവൻ ലെറ്റേഴ്സ് എഴുതുന്നതാണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് എഴുതി അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അങ്ങനെ ശരി. ഞാൻ വലിയ വലിയ പക്ഷികൾ പതുക്കെ പറന്നു പോണതോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു പോകുന്നതോ വീഡിയോസ് കാണിച്ചു കൊടുക്കാം, അങ്ങനത്തെ ഓക്കെ. കാണിച്ചു കൊടുക്കാം. ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അവർക്ക് മനസ്സിലാവണമെങ്കിൽ, അതാ ഞാൻ പറയാം, ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവര് അഡിക്ഷനിലോട്ട് പോകും. അപ്പൊ നമ്മളൊരു പാരന്റ്സ് ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് സ്ലോ മൂവ്മെന്റ് ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഹോം എൻവയോൺമെന്റ് ഈ പറഞ്ഞ പോലെ എന്താണ് ടൈമേഴ്സ് വെച്ചു കൊടുക്കാം, ഇത്ര മിനിറ്റ് ചെയ്യാ, ഇത്ര ഇത് ചെയ്യാ എന്നുള്ള കാര്യങ്ങള്. ദെൻ ചെക്ക് ലിസ്റ്റുകൾ, ചെയ്ത കാര്യങ്ങൾ അവരോട് തന്നെ വന്ന് ടിക്ക് ഇടാൻ പറയാം. അതായത് നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി നമുക്കൊരു പേപ്പറിൽ എഴുതി കൊടുക്കാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് കിട്ടോ. അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞില്ലേ സ്റ്റാർസ് കൊടുക്കുക, കാര്യങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഹോമിലും കൊണ്ടുവരാം, സ്കൂളിലും അല്ലല്ലോ. ദെൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ലീപ്പ്, മീൽ, ഹോംവർക്ക് ടൈം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ അവരെന്ത് ചെയ്യുമ്പോഴും നമ്മൾ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻസ് ആ സമയത്ത് മാറ്റിവെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹോംവർക്കിന്റെ സമയത്ത് അവിടെ ടോയ്സോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഹാളിൽ ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെൻ എക്സസൈസ്, കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ കുട്ടികളെ ചെയ്യിക്കാൻ പറ്റും. ബേസിക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കുക. അത് പാരന്റ്സ് ആദ്യം ചെയ്യണം. അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ മക്കള് മാറണം എന്ന് ആഗ്രഹമുള്ള പാരന്റ്സ് ആണെങ്കിൽ അത് എടുത്തേ പറ്റുള്ളൂ. ചില പാരന്റ്സ് കേൾക്കാറൊന്നുമില്ല, അത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരൊരു പ്രായം നമ്മൾ പറയില്ലേ സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് ആണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന കാണുമ്പോൾ പതിയെ പതിയെ അവരും അതിലോട്ട് വരും, അവരെയും നമുക്ക് ചെയ്യിക്കാം. നിർബന്ധം ചെയ്യിക്കാനൊന്നും പറ്റില്ല. ഡെയിലി 1 or 2 ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ടൈം കൂട്ടി കൂട്ടി കൊണ്ടുവരാന്നുള്ളതാണ്. ബാലൻസ്ഡ് മീൽസ് കൊടുക്കുക. ദെൻ ബൗണ്ടറി സെറ്റ് ചെയ്യണം. എന്തിലോട്ട് വരുമ്പോഴേക്കും, സ്ക്രീൻ ടൈമിലോട്ട് വരുമ്പോഴേക്കും ബൗണ്ടറി സെറ്റ് ചെയ്യാം. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. എനിക്ക് അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. പേളി മാണീനെ കേട്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും. ആങ്കർ ആയിരുന്നു, ഇപ്പൊ അവരൊരു ഷോ ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ ഷോ കാണാറൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ വന്നതാണ്. അതായത് കുട്ടി ഫോൺ കാണുമ്പോൾ തട്ടിപ്പറിച്ചെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നിലവിളിക്കും, കരയും, തന്ത്രംസ് കാണിക്കും, വാശി പിടിക്കും, എന്തിനാ എത്ര നേരം ഫോൺ നോക്കണത്. പക്ഷെ അവര് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. എന്ത് വീഡിയോ ആണെന്ന് എനിക്കറിയില്ല, ആകെ ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നുള്ളത്. അവർ പറയുന്ന ഒരു കാര്യം, കുട്ടി വീഡിയോ കാണുമ്പോൾ അത് എത്ര ടൈം ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ആ ഫോണിൽ ടച്ച് ചെയ്ത് നോക്കും. ചിലപ്പോൾ ആ വീഡിയോ കഴിയാറായിട്ടുണ്ടാവും, ചിലപ്പോൾ പകുതി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ജസ്റ്റ് ആ സമയത്ത് കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് ആ വീഡിയോ ശ്രദ്ധിച്ച് അതിലുള്ള കാര്യം, ഇത് ഇങ്ങനെ ആയാലും കാർട്ടൂൺ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, ജസ്റ്റ് അതൊന്ന് കുട്ടീനെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമല്ലോ, ഇത് കണ്ടല്ലേ എങ്ങനെ ഉണ്ടായില്ലേ എന്നുള്ള രീതിയിൽ വെക്കുക. എന്നിട്ട് അത് കഴിയാറാവുന്ന സമയത്ത്, ഇത് കഴിയുമ്പോ എനിക്ക് ഫോൺ തരണം കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമ്മുടെ ഒരു നീഡ് പോലെ പറയാം. എന്നിട്ട് ആ ടൈം കഴിഞ്ഞിട്ടും അവരത് നോക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ചോദിക്കുക, പറഞ്ഞല്ലേ എനിക്കൊരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് തരൂ എന്നുള്ള പറഞ്ഞതല്ലേ എന്ന് സമാധാനപരമായിട്ട് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കുക. ചിലപ്പോ കരയുമായിരിക്കും, അപ്പൊ പറയാ ആവശ്യമല്ലേ, ഇത് കഴിഞ്ഞിട്ട് തരാം, ഇത്രയും നേരം കണ്ടില്ലേ, ഞാനും കൂടി ഇരുന്നിട്ട് ഈ ഒരു കാർട്ടൂൺ കാണാൻ മോളുടെ അല്ലെങ്കിൽ മോന്റെ കൂടി ഇരുന്നില്ലേ എന്ന രീതിയിൽ സംസാരിച്ച് പറഞ്ഞു വാങ്ങുമ്പോൾ കുട്ടികൾ അത്ര വാശി പിടിക്കില്ല. അവര് ചെയ്യുന്ന ഒരു കാര്യം ഷെയർ ചെയ്താണ്, പക്ഷെ അത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോൺ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവര് കാണുന്നതിന്റെ കൂടെ നമ്മളും കുറച്ചിരുന്ന് കണ്ടിട്ട് പതുക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വാങ്ങിക്കാം. അല്ലാതെ പെട്ടെന്ന് തട്ടിപ്പിടിച്ച് വലിച്ചു പോകുമ്പോൾ അവര് ചിലപ്പോ നമ്മുടെ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു മൂവി എത്ര എക്സൈറ്റ്മെന്റിൽ കാണുന്നോ അതേ എക്സൈറ്റ്മെന്റിലാണ് കുട്ടികളും കാണുന്നത്. ഒരു സിനിമയുടെ ക്ലൈമാക്സ് എത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരാൾ ഫോൺ അല്ലെങ്കിൽ ആ TV പിടിച്ച് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു മൊമെന്റ് എങ്കിലും ഇറിറ്റേറ്റഡ് ആവില്ലേ നിങ്ങള്? സെയിം കാര്യമാണ് അവർക്ക് സംഭവിക്കുക. അപ്പൊ അവർ ചെയ്യുന്നത്, ഇപ്പൊ കളിക്കുന്നതായിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയായിക്കോട്ടെ, അവരിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുവരാതിരിക്കുക. അത് അവരുടെ കൂടെ നിന്ന് പതിയെ സമാധാനപരമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ പാരന്റ്സിന് വളരെ ലിമിറ്റഡ് ആണ്, ഇത് മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇവിടെ പാരന്റ്സിന് ഉറപ്പായിട്ടും, കാരണം എല്ലാ പാരന്റ്സും ഇപ്പൊ വീട്ടിലിരുന്ന് ഫുൾ ടൈം കുട്ടികളെ നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല.
അപ്പൊ അവിടെയാണ് നമ്മുടെ അടുത്തേക്കൊക്കെ അവർ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളും ഈ പറഞ്ഞ പോലെ വീക്ക്ലി സെഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ വർക്ക് ബുക്കുകൾ ഉണ്ട്. അതിൽ ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് പതിയെ പതിയെ ചെയ്യിക്കുമ്പോൾ കുട്ടികൾ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്നറിയോ? ഇത് നമുക്ക് പോസിബിൾ ആണ്. നമ്മുടെ അടുത്ത് എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക് ബുക്ക് വെച്ചിട്ടും ആക്ടിവിറ്റീസ് ചെയ്യിച്ചിട്ടും നമുക്ക് മാനേജ് ചെയ്യൽ എളുപ്പമാണ്. പക്ഷെ അത് പാരന്റ്സ് കൊണ്ടുവരണം, അല്ലെ? ഇനി പാരന്റ്സ് കൊണ്ടുവരാത്ത കേസസ് ഉണ്ട്. അതിന് ഞാനൊരു കേസ് പറയാട്ടോ. കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത കേസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്കൊരു വന്ന കേസാണ്. പക്ഷെ അവർ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ഒന്നും എടുക്കാൻ വന്നില്ല. സംഭവം ഇതാണ്. എന്റെ താഴത്തെ കടയിലെ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നു, അവരുടെ വീടിന്റെ അടുത്തൊരു കുട്ടിയുണ്ട്, ഭയങ്കര വികൃതിയാണ്. അപ്പുറപ്പുറമുള്ള വീട്ടുകാർക്കൊക്കെ ശല്യ, സാധനങ്ങൾ കല്ലൊക്കെ എടുത്തെറിയും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദെൻ ഒരിടത്ത് ഒതുങ്ങിയിരിക്കില്ല. ദെൻ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനെ ചിലപ്പോ കുറച്ചു കഴിഞ്ഞ് കാണാതെ വീട്ടുകാർ തപ്പി നടക്കുന്നുണ്ടാവും. അവരൊന്ന് കണ്ടു തെറ്റി അവൻ എവിടെയെങ്കിലും പോവും, എന്നും എന്തെങ്കിലും കളഞ്ഞിട്ട് വരും. ഇങ്ങനെ മൊത്തം പ്രശ്നം. സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര കംപ്ലൈന്റ്, ക്ലാസ്സിലൊന്നും ഒതുങ്ങിയിരിക്കില്ല, മറ്റുള്ള കുട്ടികളെ ശല്യം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലൈന്റ്. ചെറിയ കുട്ടിയാണേ, 3ാം ക്ലാസ്സിലോ എന്തോ ആയിട്ടുള്ളൂ, ചെറിയ കുട്ടിയാണ്. ഭയങ്കര കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കംപ്ലൈന്റ് ആയിട്ട് പാരന്റ്സിനെ വിളിച്ചു. ഇനി ഇങ്ങനെയാണെങ്കിൽ TC ഒന്ന് വിടുന്നു. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ എന്നോട് ചോദിച്ചതാണ്, ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഒരു നോർമൽ കുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുട്ടികളുടെ വികൃതി പോലും ഇത് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ADHDയുടെ കുട്ടി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഇത് മാത്രമല്ല, കുറെ കാര്യങ്ങളിൽ അവൻ ഒതുങ്ങിയിരിക്കുന്നില്ല, ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല, ഹോംവർക്ക് ചെയ്യില്ല, എന്നും സാധനങ്ങൾ കൊണ്ട് കളയും. ഇതെല്ലാം ഉണ്ടാവില്ല. അപ്പൊ അവന് ഇന്നറ്റൻഷനും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് എന്ത് ചെയ്തു എന്നറിയോ പാരന്റ്സ്? അവരവിടുന്ന് TC വാങ്ങിയിട്ട് നെക്സ്റ്റ് ഇയർ ഇവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺവെന്റ് സ്കൂളില്, ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതും കൊണ്ട് ആ കുട്ടി മാറുമോ? എന്തെങ്കിലും ഒരു മാറ്റം ആ കുട്ടിക്ക് ബോർഡിങ്ങിൽ കൊണ്ടാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ കോൺവെന്റ് സ്കൂളിൽ ആക്കിയതുകൊണ്ട് ഉണ്ടാവും തോന്നുന്നുണ്ടോ? അപ്പൊ ചേച്ചി, അവൻ ആ ടൈലർ ആയിട്ടുള്ള ചേച്ചി വരെ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കുട്ടീനെ കൗൺസിലിംഗ് കൊണ്ടുപോകുന്നല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സൈക്കോളജി പഠിക്കുന്നേ ഉള്ളൂ, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനും അതന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവര് കൊണ്ടുപോകുന്നതിന് പകരം ചെയ്തത് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് കോൺവെന്റിലാക്കി, അല്ലെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കി. ഇങ്ങനത്തെ കേസസ് ഇഷ്ടം പോലെയുണ്ട്. എന്നിട്ട് ആരായിരിക്കും ഇപ്പൊ നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് കൊണ്ടുവരിക? പിന്നെ പാരന്റ്സ് ആയിരിക്കുമോ? ഇവിടെ 30 പേരുണ്ട്, എല്ലാവരും എന്തായാലും മിണ്ടാതിരിക്കണേ, എനിക്ക് പിന്നെ എന്തെങ്കിലും അല്ല, റെസ്പോണ്ട്. പിന്നീട് അത് നീ സ്കൂളിലാവും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ബോർഡിങ്ങിൽ പ്രശ്നവും. എനിക്ക് പിന്നെ യെസ്, പാരന്റ്സ് ആയിട്ടുള്ള ഒരു അടുപ്പം തന്നെ കുറയും. അതെ. ഒന്ന്, പാരന്റ്സിനോട് കുട്ടിക്ക് പിന്നെ അടുപ്പുണ്ടാവില്ല. ദെൻ രണ്ടാമത്തെ കാര്യം, ഈ ബോർഡിങ്ങില് ആണ് പിന്നെ പ്രശ്നം. അവിടെ കൗൺസിലർ ഉണ്ടെങ്കിൽ അവര് മാനേജ് ചെയ്യും. പിന്നെ കൗൺസിലർ ഇല്ലാത്ത സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരും. പലപ്പോഴും ടീച്ചേഴ്സ് ചോദിച്ചു വരാറുണ്ട് എൻ്റെ അടുത്ത്, എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുക? അവര് സൈക്കോളജി ജസ്റ്റ് ഒരു പേപ്പർ അല്ലേ BEd പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യും? പാരന്റ്സ് പറഞ്ഞാല് മനസ്സിലാക്കുന്നില്ല. കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും പാരന്റ്സ് സമ്മതിക്കില്ല. ടീച്ചർ നല്ല തല്ല് കൊടുത്ത് നന്നാക്കിക്കോ, അല്ലെങ്കിൽ ടീച്ചറുടെ ഉത്തരവാദിത്തമായി മാറി പിന്നെ അത് ആ കുട്ടീനെ മാനേജ് ചെയ്യാന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുക. അപ്പോ ഒരു ടീച്ചർക്ക് ക്ലാസ് റൂമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ടീച്ചേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുന്നെങ്കിൽ, ടീച്ചേഴ്സ് ആണ് നമ്മുടെ അടുത്ത് വരുന്നെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് പറയാൻ. ഇത് മാത്രല്ല കേട്ടോ, ഒരു 1 hourൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട് 4 days ആയിട്ട്. നമുക്ക് ഇന്ന് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോവാം. ഒന്ന്, 3 C's ആണ്. ക്ലിയർ റൂൾസ്, കൺസിസ്റ്റന്റ് റൊട്ടീൻ, കമ്പാഷനേറ്റ് റീഡയറക്ഷൻ. ഇത് തന്നെയാണ് നമ്മൾ പാരന്റ്സിന്റെ കേസസിലും പറഞ്ഞത്. ക്ലിയർ ആയിട്ടുള്ള റൂള് കൊടുക്കുക, ആ ചെയ്യുന്ന കാര്യങ്ങളെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, ദെൻ കമ്പാഷനേറ്റ് ആയിരിക്കുക. ഒരിക്കലും അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക.
എപ്പോഴും ചെയ്യരുത് 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 എന്ന് പറയുന്നതിന് പകരം വേറൊരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാതോ. നീ ആ ചെയറിൽ കയറി നിൽക്കരുത് എന്ന് പറയുന്നതിന് പകരം ചെയറിൽ ഇരിക്കും ഇങ്ങനെ പറയാലോ. ഓപ്പോസിറ്റ് എപ്പോഴും ഡോണ്ട് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ള ഒരു സാധനം മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ഒരു കമ്പാഷനേറ്റ് റീഡയറക്ഷൻ കൊടുക്കുക. അപ്പൊ ഒന്ന് ഫിസിക്കൽ എൻവയോൺമെന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇപ്പോ മറ്റുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടീച്ചറുടെ അടുത്തേക്ക് കുട്ടീനെ ഇരുത്താം. ഇതിൽ കാണുന്ന പോലെ ടീച്ചറുടെ ടേബിളിലോട്ട് ഇരുത്താം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൂവ്മെന്റ് കോർണേഴ്സ് കൊണ്ടുവരാം. മൂവ്മെന്റ് കോർണേഴ്സ് എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ ഒരു സ്പേസ് ആണ്. ഇവനോട് പറയാം, എന്തിനാ എഴുതി കഴിഞ്ഞാൽ നീ കുറച്ചു നേരം അവിടെ പോയി നിന്നിട്ട് വാങ്ങും, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയി നടന്നിട്ട് വാങ്ങും. അപ്പൊ മറ്റാരെയും ശല്യം ചെയ്യില്ല. അവര് പോയിട്ട് ആ കോർണർ വരെ പോയിട്ട് തിരിച്ചു വരും. ഒരു എനർജി ബ്രേക്ക് ആണ് കുട്ടികൾക്ക്. ചില സ്കൂളിൽ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് സ്കൂളിൽ എന്ന്. അല്ല, ചില പ്രൈവറ്റ് സ്കൂളിലൊക്കെ മൂവ്മെന്റ് കോർണേഴ്സ് ഉണ്ട്. നമ്മൾ മറ്റുള്ള കുട്ടികൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസിൽ അവൻ നല്ല അറ്റൻഷൻ ഉണ്ട്. അവൻ എഴുതി കഴിയുമ്പോൾ ബാക്കി ടൈമിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ സമയത്ത് അവൻ ആ കോർണർ വരെ നടന്നിട്ട് വന്നോട്ടെ. ക്ലാസ് റൂമിന്റെ ഉള്ളിൽ കേട്ടോ, പുറത്തേക്കല്ല, ജസ്റ്റ് ആ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ സ്പേസ് എന്ന് പറയുന്നത്. ദെൻ വിഷ്വൽ ഷെഡ്യൂൾസ് ഇടാം കുട്ടികളുടെ മുന്നിൽ. അന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സബ്ജക്ട്സ് ആണ് എന്നുള്ള ഒരു ഷെഡ്യൂള് കുട്ടികൾക്ക് കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ചാർട്ടൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തോ, മാത്സ് ചെയ്തോ, റീഡിങ് ചെയ്തോ, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തോ, മോർണിംഗ് വർക്ക് ചെയ്തോ, ഇതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ഒരു ഡെയിലി ഷെഡ്യൂൾ അവിടെ ടേബിളിൽ ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ടിക്ക് ചെയ്യും. ആ രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് കളർഫുൾ ആകുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ മാർക്ക് ചെയ്യും. ഡൺ ചെയ്താൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് അതിന്റെ പോലെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ളത്. ഇതേ ആക്ടിവിറ്റീസ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ആ ഒരു ഡേ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആണ്. ഉറപ്പായിട്ടും അവർ കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. ഒരു പാരഗ്രാഫ് ഒക്കെ ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് പഠിക്കുമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. അതിന് പകരം ചുരുക്കം ടാസ്കിന് 2-3 മിനിറ്റ് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണ് അവർക്ക് കൊടുക്കുന്നെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്സ് ആക്കി നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങളൊരു ഗെയിമോ അല്ലെങ്കിൽ ക്ലാസ് റൂം ആക്ടിവിറ്റി ആണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, നിങ്ങൾ ആക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറൊരു കുട്ടി ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക. അല്ലെ, ഇപ്പൊ ഒരു ടാസ്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ചെറിയ സയൻസ് എക്സ്പെരിമെന്റ് ആണ്, ഒരു ബലൂൺ ഊതി ഇവിടെ കൊണ്ട് ഒരു ഗ്ലാസിന്റെ മേലെ പിടിപ്പിക്കുന്നതാണെങ്കിൽ പറയുമ്പോൾ അവന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, ഡെമോൺസ്ട്രേറ്റ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ള ഒരു കുട്ടി ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക. മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ ഞാനിവിടെ ടീച്ചേഴ്സിന് എന്ന് പറയുന്ന ഇതേ ആക്ടിവിറ്റീസ് പാരന്റ്സിനും വീട്ടിൽ ചെയ്യിക്കാട്ടോ. ഇത് ടീച്ചേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ഒരു ക്ലാസ് റൂം ലെവലിലോട്ട് പ്രത്യേകം എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഷോർട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം ടാസ്കിൽ. ഇപ്പൊ ഒരു വീട് വരയ്ക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോ എ ഹൗസ് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതിന് പകരം ഡ്രോ എ ബിഗ് സ്ക്വയർ, വലിയൊരു സ്ക്വയർ വരയ്ക്കുക. ദെൻ അതിന് മേലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ ആയില്ല, സി വീടായി. അപ്പോ അവർക്ക് ഒറ്റയടിക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനിങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോ ഒരു വട്ടം പറയുമ്പോൾ അവർ തിരിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഇവിടെ ആയിരിക്കില്ല അവർ റൂഫ് വരച്ചത്, ചിലപ്പോ ഈ സ്ക്വയർ വരച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും വരച്ചിട്ടുണ്ടാവുക, ചിലപ്പോ ഈ സൈഡിലോട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവുക, പല രീതിയിൽ വരച്ചിട്ടുണ്ടാവും. പക്ഷെ തെറ്റിക്കോട്ടെ, വീണ്ടും അടുത്തൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ള കുട്ടികൾ അത് കഴിഞ്ഞിട്ടുണ്ടാവാം ഇപ്പൊ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ. പക്ഷെ അവരോട് സാരില്ല, ഒന്നും കൂടെ വരച്ചാൽ മതി, ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവരതേപോലെ പഠിക്കും. പിന്നെ ഇതേപോലത്തെ നമ്മൾ പറഞ്ഞ പോലെ ബിഹേവിയർ ആൻഡ് എൻഗേജ്മെന്റ് ടൂൾസ്, ടോക്കൺ ബോർഡ് കൊടുക്കുക എന്നുള്ളതാണ്, സ്റ്റിക്കേഴ്സും സ്റ്റാർട്സും.
അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ദെൻ കാർഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടോക്കൺ കൊടുക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാം, ദെൻ ടോക്കൺസ് കിട്ടുന്നുള്ളതാണ്. ഇനി അവരെ മറ്റുള്ള കുട്ടികളെ ശല്യം ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയയിൽ കളിക്കാൻ വിടുക എന്നുള്ളത് നമുക്ക് ചെയ്യാം. ദെൻ ഒന്നിനു പുറകെ ആക്ടിവിറ്റീസ് വരുന്നെങ്കിൽ സോങ്സ് ഒക്കെ വെച്ച്, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ADHDക്ക് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ അവർ ഈ പാട്ടൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യിക്കുക ആക്ടിവിറ്റീസ്. ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ അടുത്ത സോങ് വെച്ച് അടുത്ത ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കാൻ പറയാം. ഫസ്റ്റ് ദെൻ കാർഡ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടാസ്ക് ചെയ്യിക്കുക, ദെൻ റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ആ ബ്ലോക്ക് ഒക്കെ മാറ്റൂ, എന്നാൽ പസിൽസ് കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യം ഈ ഒരു കാര്യം ചെയ്യൂ, എന്നാലും നമുക്കിത് ചെയ്യാം. ആ ഒരു റിവാർഡ് ക്ലിയർ ആയിട്ട് പറയണം, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതായിരിക്കണം. അതിന് നിങ്ങൾക്ക് ഇതേപോലെ വിഷ്വൽ ആയിട്ടുള്ള ചാർട്ടുകളോ ടോക്കൺ ബോർഡുകളോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. അതിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുണ്ട് ട്രോഫീസിന്റെ സിമ്പിൾ ഉണ്ട് ഇതിൽ. അപ്പൊ 5 സ്റ്റിക്കർ കിട്ടിയാൽ റിവാർഡ് കിട്ടും. ആ 5 ഇതും കംപ്ലീറ്റ് ആവണം. അപ്പൊ അവരിതിങ്ങനെ സൂക്ഷിച്ചു വെക്കും. സ്റ്റാർ ബോട്ടിൽസ് ഒക്കെ ഉണ്ട്. ഒരു ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ സ്റ്റാർ കാർഡാണ് പറഞ്ഞത്. കാർഡിന് പകരം നിങ്ങൾക്ക് ബോട്ടിൽ എടുക്കാം. അതിൽ എത്ര സ്റ്റാർ നിങ്ങൾക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ എത്ര ടോക്കൺസ് കിട്ടുന്നോ ആ ബോട്ടിൽ ഫിൽ ആകുമ്പോൾ കുറച്ച് വലിയൊരു ടോയ്, ഒരു നന്നായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനം എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ടോയ് എന്നല്ല, എന്താണെങ്കിലും. അല്ലെങ്കിൽ ഈ സ്റ്റാർ കാർഡ് കൊടുക്കാം, ഒരു പേഴ്സണൽ കാർഡ്, പേര്, അല്ലെ, എന്തെങ്കിലും ഒരു തീം അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ സൂപ്പർമാനോ സ്പൈഡർമാനോ, ബോയ്സ് ഒക്കെ ആകുമ്പോൾ കാറുകള്, ഇനി ഗേൾസ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്, ഇതിന്റെയൊക്കെ ഉള്ള ഒരു ചിത്രമുള്ള ഒരു കാർഡ് എടുത്തിട്ട് അവരുടെ പേരൊക്കെ സഹിതം ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ കൊടുക്കാം. അവർ ഈ പറഞ്ഞ പോലെ സ്റ്റോറി ടൈമിൽ 2 മിനിറ്റ് ഒതുങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ മോന്റെ അടുത്ത് ADHD അവന്റെ അടുത്ത് ഞാൻ പറയാം, 5 മിനിറ്റ് നീ മിണ്ടാതിരുന്ന നിന്നെ ഞാൻ നേരത്തെ വിടാന്ന് പറയും. അല്ലെങ്കിൽ 5 മിനിറ്റ് നീ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, ഒരാഴ്ച നീ 5 മിനിറ്റ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു മിഠായിക്ക് വേണ്ടി അവൻ 5 ദിവസം കൃത്യമായിട്ട് മിണ്ടാതിരിക്കും. സോ ദാറ്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ റിവാർഡ്സ് അത് ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റാർസോ സ്റ്റിക്കേഴ്സോ കൊടുക്കാം. ആ സ്റ്റിക്കേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ മിഠായി എന്നുള്ള റിവാർഡ് കിട്ടി. ഇങ്ങനത്തെ കാര്യം. ഇനി റിവാർഡ് കൊടുക്കാം. ഇനിയിപ്പോ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ, എക്സ്ട്രാ പ്ലേ ടൈം കൊടുക്കാം. അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുക്കാം. അതിൽ സ്പെഷ്യൽ ഹെൽപ്പ്, ടീച്ചറെ ഹെൽപ്പ് ചെയ്യാനുള്ള അവസരം. ചില കുട്ടികൾക്ക് ബോർഡൊക്കെ മായ്ച്ചിടുക, ബോർഡിൽ എഴുതിയതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഡേറ്റ് ഒക്കെ എഴുതിയിടാനായിട്ട്. അപ്പൊ പറയാം, നീ ഇങ്ങനെ മിണ്ടാതിരുന്നാല് അടുത്ത ദിവസം നിനക്ക് ഇത് ചെയ്യാം, നീയാണ് ക്ലാസ് ലീഡർ ആയിട്ടിരിക്കുക, നീയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യും. ദെൻ റീസെറ്റ് ചെയ്യുക കേട്ടോ. എല്ലാ വീക്കും ഒരേ ആക്ടിവിറ്റി കൊടുക്കാതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വേറെ പുതിയൊരു ആക്ടിവിറ്റി പതിയെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുടെ ഒരു അറ്റൻഷൻ മെമ്മറി നോക്കിയിട്ട് അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് മാറ്റുക എന്നുള്ളതാണ്. ദെൻ കുട്ടികളെ ഇൻട്രസ്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിക്കാം. സ്റ്റാർസിന് പകരം ഈ സ്റ്റാർ ചാർട്ടിനോട് സിമിലർ ആയിട്ടുള്ളതാണ് ഫ്ലവർ ബ്ലൂം ചാർട്ടും റോക്കറ്റ് ടു ദ മൂണും എന്നുള്ളത്. ഒരു മൂണിന്റെ ചിത്രം ഉണ്ടാവും, ഒരു റോക്കറ്റിന്റെ സ്റ്റിക്കർ ഉണ്ടാവും. ആ മൂണിലോട്ട് എത്തണമെങ്കിൽ ഓരോ റിവാർഡ് കിട്ടുമ്പോഴും നമുക്ക് ഇതിനിങ്ങനെ നീക്കി 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 അതുവരെ കൊണ്ടുപോകാം. വിഷ്വൽ ജേർണി ആണല്ലേ. ഒരു മൂണുണ്ട്, താഴെ ഒരു റോക്കറ്റ് ഉണ്ട്. ആ ലാഡറിലൂടെ ഇങ്ങനെ കയറി കയറി റോക്കറ്റ് സ്റ്റിക്കർ ഇങ്ങനെ പോയിട്ട് മൂണിലെത്തുന്നു. അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ചെയ്യുമ്പോൾ റിവാർഡ് കൊടുക്കുന്നതുകൊണ്ടാണ്. കുട്ടികളെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കളർഫുൾ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. കാരണം അവർ ഈ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോഴേ ഇരിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. ഇതേപോലത്തെ എന്തെങ്കിലും കളർഫുൾ ആയിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, എക്സൈറ്റ് ചെയ്യിക്കണം, എന്നാലും മാത്രമേ അവർ ചെയ്യുള്ളൂ. പിന്നെ സ്റ്റാർ ചാർട്ടിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഒന്നാണ് ഫ്ലവർ ബ്ലൂം ചാർട്ട്. ഇതേപോലെ ഓരോ ദിവസം ചെയ്യും തോറും ഓരോ ലീഫ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവർ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ഫുൾ ഫ്ലവർ കംപ്ലീറ്റ് ആവുമ്പോൾ അവർക്ക് പ്രൈസ് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാം. ദെൻ അനിമൽ പാരൻസ് ഏതാണ്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചിത്രം വരച്ചിടുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ വളഞ്ഞ് വളഞ്ഞ് ദെൻ 6 ആഗ്സ് ആയിട്ട് ഏറെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ പതിയെ പതിയെ അറേഞ്ച് ചെയ്യാൻ പറ്റണേ.
ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ റിവാർഡ്. അപ്പൊ അവർ കുറച്ചും കൂടി അറ്റൻഷനോട് ചെയ്യും. ചിലപ്പോൾ പകുതി വെച്ച് നിന്നു പോവായിരിക്കും, പക്ഷെ വീണ്ടും അവർ വന്നത് ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ ക്ലാസ് റൂമിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ക്ലാസ് റൂമിലോ വീട്ടിലോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ അടുത്ത് വരുമ്പോഴും നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഒക്കെയാണ് ഇതെന്ന് പറയുന്നത്. മാഡം റോക്കറ്റിന്റെ ഒന്നും കാണിക്കാൻ കണ്ടില്ല, ആരും കണ്ടിട്ടില്ല. അപ്പൊ ഫ്ലവറെ കാണിച്ചേ, പറഞ്ഞത് റോക്കറ്റ്. ജസ്റ്റ് ഒന്ന് ഫ്ലവറും ബാക്കിൽ ഞാൻ പോയി. പറഞ്ഞല്ലോ, അല്ല, അത് റോക്കറ്റ് ഫ്ലവർ ചിത്രം പറഞ്ഞു, ആഡ് പക്ഷെ ചെയ്തിട്ടില്ല, ചിത്രം ആഡ് അല്ല ചെയ്തില്ല, ഓക്കെ ഓക്കെ ഓക്കെ, റോക്കറ്റ് ചിത്രമല്ലേ? ഓക്കെ ഓക്കെ. ചിത്രം ആഡ് ചെയ്യുന്നുണ്ട് അതില്ല. ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ ഇതുപോലെ തന്നെ നമുക്കൊരു കാർഡ് അല്ല ഞാൻ അല്ല അല്ല അല്ല, പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എവിടെ നോക്കിയിട്ട്. ഒരു മൂണുണ്ട്, എല്ലാം ചിത്രം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടു ഇല്ല അല്ല, അത് ഞങ്ങൾ ഓക്കെ. എവിടെയൊക്കെ തെരഞ്ഞു പിടിച്ചോളൂ. ഓക്കെ ഞാൻ ഇടാം, വേണമെങ്കിൽ സൈസ് സോണിൽ ഇടാം. നമ്മൾ ഈ ഓക്കെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു മൂണുണ്ടാവും ഒരു ചാർട്ടിന്റെ അറ്റത്ത്, ഒരറ്റത്ത് റോക്കറ്റ് ഉണ്ടാവും. നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഈ റോക്കറ്റ് ഇങ്ങനെ ഒരു ലാഡർ വെച്ചിട്ടുണ്ടാവും ഇവിടെ. ആ റോക്കറ്റിങ് അതിന്റെ ഓരോ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ. വേറെ ആരോ ചോദിച്ചു ഗ്രൂപ്പിൽ, വേറെ ഒരാൾ ചോദിച്ചിട്ടേ. ഓക്കെ അനിമൽ പരേഡ്. അനിമൽ പരേഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രാഫിൽ ഇതുണ്ട് ചിത്രത്തിൽ കാണുന്ന പോലെ ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്യിക്കാന്നുള്ളത്. ഇതൊക്കെ അവരുടെ അറ്റൻഷൻ കൂട്ടിട്ടോ. നമ്മള് ഒരു പഠിക്കാനുള്ള ഒരു കാര്യം കണ്ടിന്യൂസ് ഇരുത്തുമ്പോൾ അവർ ഇരിക്കില്ല. പക്ഷെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ആകുമ്പോൾ കുറച്ചായിട്ട് അവർ റിപ്പീറ്റ് ചെയ്തതിന് പതിയെ അവരുടെ അറ്റൻഷൻ കൂടി വരും. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഇത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ദിവസങ്ങളും സമയം എടുത്ത് പതിയെ കുറച്ച് ചെറിയ ഇമ്പ്രൂവ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. ട്രഷർ മാപ്പും സെയിം കാര്യം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിവാർഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ റോൾ അസൈൻമെന്റ്സ്, ഇതൊക്കെ ഒരേ കാറ്റഗറി ആട്ടോ. അപ്പൊ പറഞ്ഞ സ്റ്റാർസ് കൊടുക്കുക, ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുക, ആനിമൽ പരേഡൊക്കെ ഒരേ ടൈപ്പാണ്. ഇത് എല്ലാ ആക്ടിവിറ്റിയും കൂടെ കൊടുക്കണം എന്നില്ല. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, കുട്ടികളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ കൊടുത്താൽ മതി. പിന്നെ വരുന്നത് കാര്യം, ഇപ്പൊ ചിലപ്പോൾ ക്ലാസ് റൂമിൽ ഈ അനിമൽസിനെ വെച്ചിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സ്റ്റാർസും കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിരിക്കും. ചെയ്യാൻ പറ്റായിക്കില്ല, ചില സ്കൂൾ മാനേജ്മെന്റ് അതൊന്നും അവർക്ക് പറ്റില്ല. ടൈം ഇഷ്യൂസ്, കുട്ടികളുടെ സ്ട്രെങ്ത് ഒക്കെ ഒരു ഫാക്ടർ ആയിട്ട് വരുമ്പോ അപ്പൊ പക്ഷെ സ്റ്റാർ കാർഡുകൾ നമുക്ക് ചെയ്യിക്കാം. അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കാലോ. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് ഇവിടെ ഒരു പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള ഒരു ഫീലും വരില്ല. അത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാം. റിവാർഡ്സ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് സ്റ്റാർസ് കൊടുക്കുക എന്നുള്ളത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഈ ഫ്ലവറിന്റെ ആക്ടിവിറ്റി, വിഷ്വൽ ഷെഡ്യൂളുകള് നമ്മൾ വെക്കുന്നതൊക്കെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ചെയ്യിച്ചു കൊടുത്താൽ ഒരാളെ ഒഴിവാക്കി ഒരാൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ടീച്ചർ കൊടുക്കുന്നു എന്നുള്ള കാര്യം അവിടെ വരില്ല. പിന്നെ ഈ റോൾ അസൈൻമെന്റ്സ് എന്താ പറയാ, ഓരോ ദിവസം ഓരോരുത്തരെ ലീഡർ ആക്കുക എന്നുള്ളതാണ്. ADHD സ്റ്റുഡന്റ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ എനർജിയിൽ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആയിപ്പോട്ടെ. ഇപ്പൊ അവരുടെ ആദ്യം എഴുതി കഴിയുകയാണെങ്കിൽ അവരോട് വന്നിട്ട് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറയാം, ബാക്കിയുള്ളവരെ നോട്ട് കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്ടിവിറ്റീസ്. ഓവർ പണിയെടുപ്പിക്കുകയല്ല, പക്ഷെ അവര് അവിടെ വെറുതെ ഇരിക്കുമ്പോഴാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതാണ് ഇന്ന് നിങ്ങളുടെ ലൈൻ അറേഞ്ച് ചെയ്യൂ, അല്ലെങ്കിൽ ആ ടേബിളിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ക്രയോൺസ് എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ അത് കൊടുക്കാൻ പറയാം, അല്ലെങ്കിൽ കുട്ടികളുടെ നോട്ട് കളക്ട് ചെയ്യാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും അവരുടെ ഒരു ഹൈപ്പർ ആക്റ്റീവ് എനർജീനെ റെസ്പോൺസിബിലിറ്റീസ് ആക്കിയിട്ട് കൊണ്ടുവരാം. അത് അവരുടെ സെൽഫ് എസ്റ്റീം കൂട്ടേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഫിഡ്ജറ്റ് ടൂൾസ് കൊടുക്കുക. നമ്മള് കുട്ടികൾ ഇങ്ങനത്തെ ഒരു സാധനം കൈയിട്ട് കറയ്ക്കുമ്പോ മെജോറിറ്റി ആൾക്കാർ വാങ്ങി വലിച്ചെറിയാറുണ്ട്, വാങ്ങി വെക്കാറുണ്ട്, ഈവൻ ടീച്ചേഴ്സ് അടക്കം. പക്ഷെ ആ കുട്ടി ഒരു ADHD ഉള്ള കുട്ടിയാണെങ്കിൽ ക്ലാസ് ടൈമിൽ അത് ഉപയോഗിച്ചോട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം ആ കുട്ടിക്ക് ADHD ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ മറ്റൊരാളുടെ പോയിട്ട് പെൻസിൽ എടുക്കുന്നത്, മറ്റൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ചെറിയ എന്തെങ്കിലും സാധനം ഇതുപോലെ ഫിഡ്ജറ്റ്സോ എന്തെങ്കിലും കയ്യിൽ കൊടുക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. അവരിതിങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ടിഷ്യൂ ആണ്, അപ്പൊ ഇങ്ങനെ അവരിങ്ങനെ ആക്കിക്കൊണ്ടിരുന്നോളും. അതല്ലെങ്കിൽ മറ്റേ കുട്ടികളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോവില്ല മാഡം. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, അവരൊക്കെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ആക്ടിവിറ്റി ഇവരുടെ കഴിഞ്ഞ ചില കുട്ടികൾക്ക് അറ്റൻഷൻ കൂടുതലായിരിക്കും, അവർ നന്നായിട്ട് അത് ചെയ്യും. പക്ഷെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയി വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഇരുത്തിയാലും മറ്റുള്ള കുട്ടികളുടെ അറ്റൻഷൻ പോകും. നിങ്ങൾക്കത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ക്ലാസ്സിൽ അവൻ
അവൻ എഴുതാനുള്ളത് എഴുതുകയില്ല, മറ്റുള്ളവർ എഴുതുന്നതിന്റെ ഇടയിൽ നിന്ന് പെൻസിൽ പിടിച്ച് വാങ്ങും. ഏ മറ്റുള്ളവരുടെ ബുക്ക് പിടിച്ചാൽ എനിക്ക് കൂടെ കാണിച്ചതെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഇവൻ എഴുതുമില്ല, എന്നാൽ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും അവിടെ ഒന്നും നടക്കണില്ല. അതിനേക്കാൾ എത്രയോ ഭേദമാണ് കുറച്ചൊക്കെ ശ്രദ്ധ പോയാലും ഇവൻ ഇത് ചെയ്തോളുമ്പോ ഇവന്റെ ഇതിൽ ഇരുന്നോളും. പിന്നെ നമ്മള് ഇവനെ ടീച്ചേഴ്സ് സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാൻ പറ്റൂല അല്ലെ? അത് പാരന്റ്സ് അംഗീകരിക്കണ്ടേ? അതെ, ശരിയാണ് ശരിയാണ്. എന്താണെന്നറിയോ, നമ്മുടെ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുമ്പോൾ പല പാരന്റ്സിനും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് പോലും പലപ്പോഴും അംഗീകരിച്ച് തരുന്നില്ല. ഞാനൊരു 5 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്ന ഒരാളെ ഞാൻ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. ഈവൻ ഒരു ടീച്ചറായിട്ട് പോലും അവർ അംഗീകരിച്ച് തരാത്ത കാര്യമാണ് അവരുടെ കുട്ടിക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. അവര് പറഞ്ഞു എന്റെ മോന് കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ അത് വെച്ചിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ കൊച്ചിനെ 4:30 എഴുന്നേൽപ്പിച്ച് ചീത്ത പറഞ്ഞ് തല്ലി പഠിപ്പിക്കും. എന്ത് കാര്യത്തിന്? അവനത്രേ പഠിക്കാൻ പറ്റുള്ളൂ, അവന്റെ ഒരു എബിലിറ്റി അതാണ്. അവന് അവിടെ ഇഷ്യൂ ഉണ്ട്, അത് കാമായി ക്വയറ്റായി പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ടീച്ചറായിട്ട് പോലും അവർ ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ചീത്ത പറഞ്ഞ് പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇങ്ങനെ തല്ലി പഠിപ്പിക്കാനൊന്നും പറ്റില്ല, എന്നാലും അവര് ട്യൂഷൻ നിർത്തിക്കൊണ്ടുപോയി. വേണ്ട, എനിക്ക് പറ്റുന്ന കാര്യമല്ല. സോ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യണം. അവിടെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ശരിക്കും എന്ത് ചെയ്യാം, സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് വിട്ട് നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിച്ച് ആ കുട്ടീനെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. മനസ്സിലാക്കുന്ന പാരന്റ്സും ഉണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് പോയിട്ട് ടീച്ചേഴ്സിനോട് അപ്ഡേറ്റ് ചെയ്യിക്കുന്ന പാരന്റ്സും ഉണ്ട്. ഈ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പാരന്റ്സും ഉണ്ട്. എന്നാൽ ഇതേപോലെ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന പാരന്റ്സും ഉണ്ട്. അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഒരു സ്റ്റാറ്റസും അവൻ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതുമാണ്, അല്ലെങ്കിൽ അവരുടെ ടീച്ചർ സ്റ്റാറ്റസിന് മോശമല്ലേ അവരുടെ മകൻ പഠിക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ വിചാരിക്കുന്ന ആളുകളും. അത് ശരിക്കും പാരന്റ്സിനാണ്, അങ്ങനത്തെ പാരന്റ്സിനാണ് കൗൺസിലിംഗ് വേണ്ടത്, പക്ഷെ അവര് വരൂല്ല. അപ്പൊ അവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ കൊടുക്കുക എന്നുള്ളതാണ്. അവർ ഫിഡ്ജറ്റ് ചെയ്തോട്ടെ, മറ്റുള്ള അവനെ പറഞ്ഞ് മനസ്സിലാക്കും വേണം. സമാധാനത്തോട് നമ്മൾ അവരോട്, ഈ കുട്ടികളുടെ ഒരു ഇതുണ്ടല്ലോ, അവരോട് 4 വാക്ക് സ്നേഹത്തോട് സംസാരിച്ചാൽ നമ്മൾ പറയണ എല്ലാവരും കേൾക്കും. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എത്ര ചീത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത, സൈക്കോളജിക്ക് പഠിക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം ചീത്ത പറയായിരുന്നു. ചീത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത പിള്ളേരൊക്കെ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ പറയുന്ന ടോണില് രണ്ടും ഒരേ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത്. പക്ഷെ ആ ടോണില് നമ്മൾ സംസാരിക്കുന്ന വേ ഓഫ് ടോക്ക് ഉണ്ടല്ലോ, അത് മാറുമ്പോൾ തന്നെ അവർ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തും. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇടയിലും അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനം. ആ ടോൺ, സംസാര രീതി മാറുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആവും. ഓക്കെ, അപ്പൊ കുട്ടികളോട് നമ്മൾ പറയാം, നീ ഇത് ചെയ്തു, പക്ഷെ അത് മറ്റുള്ളവരെ ഇതാക്കരുത്. ദെൻ ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഫിഡ്ജറ്റ് തരാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ കുറെയൊക്കെ നമ്മൾ അനുസരിക്കും. 100% അനുസരിക്കുന്നത് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് അതിന് പറ്റില്ല. പക്ഷെ കൺട്രോളബിൾ ആയിരിക്കും, നമുക്ക് നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. പിന്നെ ഡെസ്കിന്റെ അടിയിൽ, ഇനി ഒന്നും ഇല്ലെങ്കിൽ ഡെസ്കിന്റെ അടിയിൽ ഇങ്ങനെ സ്ട്രിപ്പ്, ഈ വെൽക്രോ സ്ട്രിപ്പ് ഇല്ലേ എന്ന് വെച്ചാൽ ഒരു എലാസ്റ്റിക്കിന്റെ സാധനം, ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർ അത് വലിച്ചുകൊണ്ടിരുന്നോളൂ, മറ്റാരും ഡിസ്റ്റർബ് ചെയ്യില്ല. അവർക്ക് ഇങ്ങനെ കൈ തരിക്കും, നമ്മൾ പറയില്ലേ ഒരു കൈ തരിപ്പോ, അവർക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനേ പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അതാണ്, അതിങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, ഒരു മോന്റെ അവരുടെ അമ്മയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല വെച്ചതാ. അവൻ എന്നെ സെഷൻ എടുക്കുന്നതിന്റെ ഇടയില് അവർക്ക് എനിക്ക് തോന്നിയായിരുന്നു അവര് പറയുന്ന ക്യാരക്ടറിസ്റ്റിൽ ADHD ഉണ്ട് എന്നുള്ളത്. ആ അമ്മയ്ക്കും അറിയുന്നുണ്ടായിരുന്നു, ഒരു സൈക്കോളജി പഠിക്കുന്നുണ്ട്, അവർക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ എടുത്തത്. ഇവൻ എന്നോട് സംസാരിക്കുന്ന നേരം മൊത്തം അവിടെ അവരെ അമ്മ പഠിക്കുന്ന ബുക്ക് ഉണ്ടല്ലോ, അവരുടെ എന്നോട് പറയണം, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, എവിടെ കണ്ടിട്ടുള്ളത്? ഉമ്മാടെ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ ഉമ്മാടെ ബുക്ക് കൂടിന്? പിന്നെ അവന്റെ കഥ മൊത്തം ആ ബുക്കിനെ പറ്റാ. ഞാൻ ചോദിക്കുന്നതോ പറയുന്നതോ അവൻ ശ്രദ്ധിക്കുന്നില്ല, അവന്റെ കഥ ആ ബുക്കിലാണ്. അതേപോലെ തന്നെ അവൻ ഈ പറഞ്ഞ പോലെ അവന്റെ ഉമ്മ ഹൈലൈറ്റർ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പൊ അതിങ്ങനെ എടുത്ത് കയ്യിലിട്ട് അതിന്റെ കവർ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കുന്നതിന്റെ ഒപ്പം അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവനത് വേണം. എന്നിട്ട് കുറെ നേരം ഇങ്ങനെ കുറച്ചു നേരമൊക്കെ സംസാരിച്ച് ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ പിടിച്ചിരുത്താൻ പറ്റി എനിക്ക്. അത് കഴിഞ്ഞപ്പം പറഞ്ഞു,
ഞാൻ പറഞ്ഞു എന്തേ, അവൻ അവിടെ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റട്ടെ. കുറെ നേരമായില്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നു, ഞാൻ എണീറ്റ് പൊക്കോട്ടെ ചോദിച്ചു. അവൻ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. കാരണം അത് ആ കുട്ടിയുടെ കുറ്റമല്ല അല്ലെ, അവന്റെ ഹാൻഡ്സ് ബിസി ആയിരിക്കണം, ആ ലിസണിങ് ടാസ്കിലോട്ട് കുറെ നേരം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ചില അവൻ അവിടെ ഇരുന്നത് എന്തുകൊണ്ടാന്ന് അറിയോ? 3/4 മണിക്കൂർ അവന്റെ കയ്യിൽ തിരിക്കാനായിട്ട് ആ സാധനം അവിടെ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഓർന്ന് എഴുന്നേറ്റ് പോയനെ. അവനത് തിരിക്കുന്നുണ്ട്, അവന്റെ ഉമ്മാന്റെ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ ഞാൻ പറയുന്നത് ഇടയിലിടയിൽ കേൾക്കുന്നുണ്ട്. കേട്ടില്ലെങ്കിൽ ഞാൻ രണ്ടാമത് ചോദിക്കുമ്പോൾ അവനത് പറയുന്നുണ്ട്. അപ്പൊ അത്രയും നേരമെങ്കിലും അവൻ അവിടെ ഇരുന്നതിന് കാരണം ആ ഫിഡ്ജറ്റ് ചെയ്യാൻ അവനൊരു സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൂൾസ് കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ പോസിറ്റീവ് ഫ്രേസിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെയറിൽ കയറി നിൽക്കല്ലേ എന്ന് പറയുന്നതിന് പകരം ചെയറിൽ ഇരിക്കൂ, അല്ലെങ്കിൽ കാല് നിലത്ത് ടച്ച് ചെയ്യൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അവരനുസരിക്കും. എടുക്കണ്ട, ചെയ്യണ്ട, അങ്ങനെ പറയണ്ട, ഇങ്ങനെ പറയണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതേ ചെയ്യും. അവരുടെ ഒരു രീതി എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യണ്ട പറയണോ അത് ചെയ്യും. നമ്മൾ എന്നിട്ട് നല്ല അടിയും വെച്ചു കൊടുക്കും പിള്ളേർ അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. ചെയ്യണ്ടെന്ന് പറയലാണ് നമുക്ക് എളുപ്പം. എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല പൊതുവെ. അതിപ്പം പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. മൈക്രോ പ്രേസ്, ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന്. ഇപ്പൊ ക്ലാസ് റൂമിലാണെങ്കിൽ ഓരോ പ്രാവശ്യം കുട്ടീനെ റിവാർഡ് കൊടുക്കാനോ പ്രൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് നോക്കി ചിരിക്കാം, ഇടയ്ക്ക് ഒരു തംസ് അപ്പ് കൊടുക്കാം അല്ലെ, ജസ്റ്റ് ഇങ്ങനെ ഒരു വാക്കാ ഒതുങ്ങിയിരുന്നല്ലോ ഒരു വാക്ക് പറയാം. അങ്ങനെ ചെറിയ ചെറിയ പ്രൈസസ് കൊടുക്കുക. ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ശരിയാണ്, നമ്മളൊരു ക്ലാസ് റൂമിൽ ചെയ്യുമ്പോൾ അവിടെയുള്ള മറ്റുള്ള കുട്ടികൾക്ക് ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, കുഴപ്പമില്ലല്ലോ. ഏത് കുട്ടി ചെയ്താലും നല്ല കാര്യം ചെയ്യുമ്പോഴല്ലേ നമ്മൾ പ്രൈസ് ചെയ്യുന്നത്, നല്ല കാര്യം ചെയ്യുമ്പോഴല്ലേ നോക്കി ചിരിക്കുന്നത്, കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴല്ലേ കംസപ്പ് കൊടുക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല എന്നുള്ളതാണ്. അതങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും മറ്റുള്ള കുട്ടികൾക്ക് അവരും ഇൻക്ലൂഡഡ് ആണെന്നുള്ള ഫീൽ, ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്യില്ല. ഇതൊക്കെ ബേസിക് ലെവലാണ്. ഇതിലൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ലെവലിലോട്ട് പോകേണ്ടി വരും. ആദ്യം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒന്നും നമുക്ക് കൺട്രോളബിൾ അല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫഷണൽ അടുത്ത് പോയിട്ട് കൂടുതൽ ആക്ടിവിറ്റീസിലോട്ടും തെറാപ്പി സെഷനിലോട്ടും പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ADHD എന്ന് പറയുന്നത് ലീസ്നെസ്സോ ഒരു മോശം സ്വഭാവമോ അങ്ങനെ ഒന്നും അല്ല. അത് അവര് പ്രോസസ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഇപ്പൊ ഒരേ കാര്യം തന്നെ പല ആളുകളും പല രീതിയിലായിരിക്കും മനസ്സിലാക്കുക. സെയിം ഇൻസിഡന്റ് തന്നെ നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതേപോലെ അവര് പ്രോസസ് ചെയ്യുന്ന അവര് മനസ്സിലാക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു മൂവിയില് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചില്ലുകൂട്ടില് ഒരു മീനിനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്താ കാണുമ്പോ അത് നല്ല രസല്ലേ, ഒരു അക്വേറിയത്തില് മീനുകൾ ഇങ്ങനെ പോകുന്നത്. അവൻ ഇങ്ങനെ അത് നോക്കുമ്പോ അവൻ എന്താ അറിയോ കാണുന്നത്, അവൻ പ്രോസസ് ചെയ്യുന്നത് ഈ മീനുകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്, പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. മീനുകൾ കാമായിട്ടല്ലേ പോവാണ്, പക്ഷെ ആ മൂവിയിൽ കാണിക്കുന്ന സീനാണ് ഇവൻ പ്രോസസ് ചെയ്യുന്നത് ഇതെല്ലാം പുറത്തേക്ക് പോകണം. ഇവൻ വേഗം അതിന്റെ തട്ടി പൊട്ടിക്കും. വീട്ടുകാരുടെ സ്വഭാവമായിട്ടും ചീത്തോറയും തല്ലുണ്ടാക്കും. പക്ഷെ അവൻ പറയുന്നൊരു അതിന്റെ ഒരു വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളെ അവൻ ആലോചിക്കുന്നത് എന്താണ്, മീനുകള് ഫ്രീഡം വേണ്ടേ, അവര് പുറത്തേക്ക് പോവണ്ടേ. സി എത്ര സിമ്പിൾ കാര്യമാണല്ലേ. അവനത് തല്ലി പൊട്ടിച്ച് അവനത് മനസ്സിലാവുന്നില്ല. തല്ലി പൊട്ടിച്ച് ഇത് മരിച്ചു പോകുന്നോ ചത്തു പോകുന്നോ അങ്ങനത്തെ ഒരു തോട്ടൊന്നും ഇല്ല. പകരം എന്താണ്, അവന്റെ മൈൻഡിൽ അവനത് പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോർമലി മീന് പുറത്തെ വെള്ളത്തിലാണ് വേണ്ടത്, മീനൊരു ചെറിയ ജാറിന്റെ ഉള്ളിൽ ഇട്ട് വെക്കാനുള്ള സാധനമല്ല. അങ്ങനെയാണ് പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ചാടുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ആ വീഡിയോ. അപ്പൊ അത് ചാടി പോകേണ്ടതാണ്, അത് പുറത്ത് ചാടാൻ ആഗ്രഹിക്കുന്നു, അത് അങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. സോ ആ ഒരു വേ അവര് റെക്കഗ്നൈസ് ചെയ്യുക, അതാണ് അവർ പ്രോസസ് ചെയ്യുന്നത് എന്നുള്ളത്. റെസ്പോണ്ട് ചെയ്യുക സിമ്പിൾ ആയിട്ട്, മാക്സിമം വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ശ്രദ്ധ കുറവായിരിക്കും, പക്ഷെ കാണുമ്പോൾ അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കും.
കാണുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാം. അത് വീഡിയോസ് ആയിട്ടോ നിങ്ങൾ തന്നെ ചെയ്തിട്ടോ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ വിഷ്വൽ നല്ല ഭംഗിയുള്ള ബോർഡുകൾ സെറ്റ് ചെയ്യാം ആക്ടിവിറ്റീസ് വന്നാല് മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാം. പിന്നെ നേരത്തെ പറയുന്ന സ്കൂളിലാണെങ്കിൽ ഹോൾ ക്ലാസ് ബെനിഫിറ്റ് എടുക്കണം, ഫെയർനെസ് എടുക്കാം. ഫെയർ ആയിട്ട് എല്ലാ ക്ലാസ്സും ഫെയർ ആയിട്ട് പെരുമാറാം. എല്ലാവരും പ്രൈസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാവരും പ്രൈസ് ചെയ്യാം. ഫെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്തരം കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാഡം, ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഫെയർ ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം. ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ കാര്യം കിട്ടുക എന്നുള്ളതല്ല. ഓരോരുത്തർക്കും സക്സസ് ആവാൻ ഓരോ നീഡ്സ് ഉണ്ടാവില്ലേ, അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫെയർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ADHD കുട്ടിക്ക് ഒരു പൊടിക്ക് അറ്റൻഷൻ കൂടുതൽ നമ്മൾ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. അത് ഒരിക്കലും പാർഷ്യാലിറ്റി അല്ല, ഫെയർനെസ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കാനുള്ളത്. അപ്പൊ നമ്മള് ഇന്ന് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് എന്താ പറയാ എടുത്തിട്ടുള്ളൂ. കാരണം 1 hour എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ അതിൽ കൂടുതലായിട്ടുണ്ട് അല്ലെ, ഒരു 20 മിനിറ്റ്സോളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഒരു ബേസ് ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങിയത്. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് പറഞ്ഞത്. മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ഫ്രേസിങ് ചെയ്യാൻ പറ്റും, എപ്പോഴും ടാസ്കുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക. ഡോണ്ട് എന്നുള്ളതിന് പകരം ചെയ്യരുത് എന്നുള്ളത് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇൻസ്ട്രക്ഷൻസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അവരുടെ കൂടെ ഇരിക്കുക. ദെൻ ബ്ലെയിമിങ് ഒഴിവാക്കിയിട്ട്, പണിഷ്മെന്റ് ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ റിവാർഡ്സ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ബിഹേവിയർ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആണ്. നമ്മുടെ ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ADHDക്ക് മാത്രമല്ല, നമ്മൾ ഏതൊരാളുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിലാണെങ്കിൽ റോൾ അസൈൻമെന്റ്സ് കൊടുക്കാം, ഫീഡ്ജറ്റിംഗ് ടൂൾസ് നമുക്ക് കൊടുക്കാം. ഇതേപോലെ ബ്ലൂം ചാർട്ടോ അല്ലെങ്കിൽ സ്റ്റാർ കാർഡോ അല്ലെങ്കിൽ ടോക്കൺ ബോർഡുകളോ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്ത് ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷ്വൽ ബോർഡുകൾ, ഷെഡ്യൂൾസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് എവിടെയും സെറ്റ് ചെയ്യാം, വീട്ടിലും സെറ്റ് ചെയ്യാം. പിന്നെ വീട്ടിൽ നമ്മൾ നോക്കേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ലീപ്പ്, മീൽ ടൈം, ഹോംവർക്ക് ടൈം, ദെൻ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഗെയിംസ് കളിപ്പിക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ ജിം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രെയിൻ ജിം? അതെ, ഇവിടെ തന്നെ ഒരു കോഴ്സ് നടത്തുന്നുണ്ടല്ലോ ബ്രെയിൻ ജിം. കോഴ്സ് ഇന്ത്യയുടെ കീഴിലല്ലേ വർഷ മാം നടത്തുന്നുണ്ട് ബ്രെയിൻ ജിം. ബ്രെയിൻ ജിം കുട്ടികളുടെ ഒരു ടെൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതൊരു തിയറി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ റൈറ്റ് കൺട്രോൾ ചെയ്യും, റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് ആയിട്ട് ലാറ്ററലൈസേഷൻ എന്താ പറയാ, 2 സൈഡാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുക. അപ്പൊ ഓപ്പോസിറ്റ് ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതില് നമ്മൾ ഈ കയ്യിലും ഈ വിരലും ഈ കയ്യിൽ നമ്മുടെ തമ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡിൽ ഇതായിരിക്കും ഓപ്പൺ ചെയ്യുക. ദെൻ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഇത് ആദ്യം പതുക്കെ പതുക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. ഇതൊരു ആക്ടിവിറ്റി എക്സാമ്പിൾ പറഞ്ഞതാ. ഇതുപോലെയുള്ള ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് എന്നോട് ഗെയിംസ് പറഞ്ഞതാ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിക്കുക. അതിൽ വരുന്നതാണ് ഈ കളേഴ്സ് ഒക്കെ. അതായത് പല കളർ കാണിച്ചിട്ട് അതിങ്ങനെ പറയുന്നതും. ദെൻ എക്സാമ്പിൾ എന്താ പറയാ, ഇതിപ്പോ ഞാൻ എഴുതിയിരിക്കുന്ന റെഡ് ആണെങ്കിലും എഴുതിയിരിക്കുന്ന ഇങ്ക് ബ്ലൂ ആണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസ്. ഇതിലെ കളർ ഏതാന്ന് പറയാനാ പറയാ. കളർ എന്ന് പറയുമ്പോൾ റെഡ് അല്ല പറയേണ്ടത്, എഴുതിയിരിക്കുന്ന കളർ ബ്ലൂ ആണ്, ആൻസർ ബ്ലൂ ആണ്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കേട്ടോ. ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ ഒരു അറ്റൻഷൻ കൂടെ. എന്തോ പറഞ്ഞായിരുന്നോ? അല്ല മാഡം, ഇതേ കേൾക്കുന്നുണ്ടോ മാഡം? വോയിസ് ബ്രേക്ക് ആയേ. എന്റെ വോയിസും ബ്രേക്ക് ആയി. ആ മാഡം, ഹലോ. ഞാൻ കേട്ടില്ല എന്തായാലും, വോയിസ് ബ്രേക്ക് ആയിപ്പോ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞേ ഉള്ളൂ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മൈൻഡ്ഫുൾ
യെസ്, കേക്കാം കേക്കാം, പറഞ്ഞോളൂ. മാഡം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിപ്പോ നമ്മൾ കുട്ടികളിലല്ല പറയുന്നത്, ഇത് വലുതായാലും ഇത് മാറുന്നൊന്നുമില്ല. ഇപ്പൊ 10ഉം 15ഉം 18ഉം ഒക്കെ അഡോൾസൻസ് കഴിഞ്ഞ് പിന്നെ വലിയ ആളുകളാകുമ്പോഴും മുതിർന്നവരൊക്കെ മരണം വരെ ഉണ്ടാവും അവരപ്പോ ഇത്. ADHD 100% ക്യൂറബിൾ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് മാനേജബിൾ ആണെന്നേ. ഇത് നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, പുള്ളി ഒരിക്കൽ നമ്മളായിട്ട് നല്ല കമ്പനി ആയപ്പോ പുള്ളിക്ക് ADHD ഉണ്ട്. പുള്ളി നമ്മളോട് ആള് തന്നെ പറഞ്ഞാണ് ADHD ഉണ്ട് ആൾക്ക്, എന്ന് വെച്ചാൽ ആള് ഡോക്ടറാണ്, ആളുടെ പ്രൊഫഷനെ അത് ബാധിക്കുന്നില്ല. പക്ഷെ അതായത് അവരത് റെഗുലേറ്റ് ചെയ്തു, എന്ന് വെച്ചാല് അവരുടെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്തു, ഇമ്പൾസീവ് ആക്ടിങ്സ് നിന്നു. ഇത് ഒരു തെറാപ്പീസ് എടുത്ത് കാര്യങ്ങൾ എടുത്ത് പോകുമ്പോൾ കംപ്ലീറ്റ്ലി മാനേജബിൾ ആണ്. അഡൽഹുഡിൽ എത്തുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ആള് പറഞ്ഞ ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആളെപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പെണ്ണ് ഇങ്ങനെ കയ്യിലിട്ട് തിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ദോഷം വരുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ഞാനിപ്പോ പറഞ്ഞോളൂ. സൗദി അറേബ്യയിലാണ് ഉള്ളത്. ഇവിടെ ഒരു ആയുർവേദ ഷോപ്പ് നടത്തുന്ന ഒരാളുണ്ട്. ഡോക്ടർ അല്ല, എന്നാലും വൈദ്യരാണ്. ചെറുപ്പക്കാരനാണ്, 10-30 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അയാള് പിന്നെ ഒരു കാര്യത്തിലും ഇപ്പൊ അയാള് വന്നിരുന്നു, ക്ലിനിക്കിൽ വന്നിരുന്നു. ഇവിടെ ക്ലിനിക്ക് ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റലാണ്. അവിടെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നപ്പോ പറയുന്നത് ഒരു കാര്യത്തിലും ഓർഡർ അല്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ സാധനം റാക്കിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കുറെ ആയിട്ടൊക്കെ ഡിസോർഡർ ആയിട്ട് കിടക്കണം, എന്താ ചെയ്യാ, മരുന്ന് കുടിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നല്ലോ ഡോക്ടറെ അടുത്ത് കഴിഞ്ഞ ആഴ്ച. അത് അങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട് അതിനല്ലേ മാഡം? ഉണ്ട്. അത് അവർ ട്രീറ്റ്മെന്റ് ഒരിക്കലും എടുക്കാത്തോണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവർക്ക് കുട്ടിക്കാലം തൊട്ടുണ്ട്. പക്ഷെ കുട്ടിക്കാലത്താകുമ്പോൾ നമ്മൾ ഈ വികൃതി, ലേസ്നെസ് എന്നൊക്കെ അറിഞ്ഞ് വിടുമ്പോൾ അവരും അത് തന്നെയായിട്ടാണ് എടുക്കുക. കുട്ടികളും വിചാരിക്കുക അവരുടെ ബിഹേവിയറൽ ഇഷ്യൂ ആണെന്ന് കരുതി അതങ്ങ് വിട്ട് പോകും. പിന്നെ എല്ലായിടത്തും പോകുമ്പോൾ ഇവർക്ക് ഈ ചീത്തയക്കലും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ രീതിക്ക് അങ്ങ് അഡൾട്ട് ആയിട്ട് എത്തുമ്പോൾ ഒരു ജോലിക്ക് കയറുമ്പോഴായിരിക്കും അവർ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്, റിയൽ ബുദ്ധിമുട്ട്, ഇതുപോലെയുള്ള കാര്യങ്ങള് അവരറിയുന്നത്. അപ്പൊ അവർ ശരിക്കും ഒരു കൗൺസിലിംഗ് അല്ല, തെറാപ്പി എടുത്തു കഴിഞ്ഞാല് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ഇപ്പൊ അവരൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്പി എടുക്കുക. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തല്ല, കൺസൾട്ടന്റ് ഓർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവർ തെറാപ്പി എടുക്കുക. മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് നമ്മൾ, പക്ഷെ മെഡിക്കേഷനേക്കാളും കൂടുതൽ എഫക്റ്റീവ് അതിന്റെ കൂടെ ഈ ആക്ടിവിറ്റീസ് ചെയ്ത് പഠിപ്പിക്കുമ്പോഴാണ്. നമ്മൾ ശരിക്കും അവരെ സ്കില്ല് പഠിപ്പിക്കും. നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്ത് ആ ട്രാക്കിൽ വരാൻ പറ്റുള്ളൂ പറഞ്ഞില്ലേ, അങ്ങനെ അവരത് പഠിക്കും, മാനേജ് ചെയ്യും. പിന്നെ അതിന്റെ കൂടെ ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെഡിക്കേഷൻ കൊടുക്കാം. ADHDക്ക് മെഡിക്കേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്, അവരെ ഒന്ന് കാമാക്കാനും അവരുടെ ഇമ്പൾസിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ചെറിയ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. സൈക്കാട്രിയിലോട്ട് റെഫർ ചെയ്യണം. അത് തീരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മെഡിക്കേഷൻ ഒക്കെ എടുത്തിട്ട് അതിന്റെ കൂടെ തെറാപ്പി സെഷൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാനേജബിൾ ആവും, മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. എത്രയോ ADHD ആൾക്കാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫഹദ് ആക്ടറാണ് പുള്ളി, അവരുടെ ആക്ടിങ് ഫീൽഡിൽ അത് കൃത്യമായിട്ട് പോകുന്നുണ്ട്. ജോൾസിനൊക്കെ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, പുള്ളിക്കാരി വലിയ പാട്ടുകാരിയാണ്, ഫേമസ് ആയിട്ട് അവരുടെ വർക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ഇതൊന്നും ക്യൂർ ആയില്ലെങ്കിലും അത് വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ കൊണ്ടുപോവാം, അതാണ് തെറാപ്പിയുടെ ഒരു ഇമ്പോർട്ടൻസ്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് പക്ഷെ സ്കില്ല് പഠിപ്പിച്ചെടുക്കുക പറയുന്നത് നമ്മൾ ഈ പറഞ്ഞല്ലോ 1 ദിവസം 2 ദിവസം അല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് കുറെ മാസങ്ങളോളം സെഷൻസ് പോകുമ്പോഴാണ് അത് പ്രോപ്പർ ആയിട്ട് വരുള്ളൂ. കാരണം ചെറിയ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. പ്രായം കഴിയും തോറും നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയല്ലോ, അതൊന്ന് തിരിച്ചു വരിക എന്നുള്ളത് അത്ര പെട്ടെന്ന് പോസിബിൾ അല്ല. അപ്പൊ കൂടുതൽ സെഷൻസ് വേണ്ടി വരും. 11 ആളുകൾ എവിടെ പോയി മാഡം? എന്തോ 11 ആളുകൾ എവിടെ പോയി? 11 ആളുകൾ അതും കുറഞ്ഞു സമയം. എല്ലാരും കറക്റ്റ് ടൈം സമയം വെച്ച്. അതെ 7 to 8 എന്ന് പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാല് ഒരു 1 hourൽ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കേ അല്ല. അതുകൊണ്ടാണ് ഈ ബേസിക് ലെവലിൽ പോകുന്നത് നമ്മള്. അല്ല, അടുത്ത ക്ലാസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യും, ഞങ്ങൾ ജോയിൻ ചെയ്യേ. ഹെൽപ്പായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മള്. ADHD ഒരു 4-day ക്ലാസ് ആക്കി ഇട്ടിട്ടുണ്ട്, ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ മാഡം, നിങ്ങളെ അവതരണം നല്ല പെട്ടെന്ന് ഇംപ്രസീവ് ആയിട്ടുള്ളേ, നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലായതുകൊണ്ട്. താങ്ക് യു. സാറിന്റെ പേരെന്തായിരുന്നു? എനിക്ക് ഇവിടെ ഐഫോൺ മാത്രമേ കാണൂ.
ഞാൻ ഡോക്ടർ അഷ്റഫ് ആണ്. ഞാൻ ഇവിടെ ഓക്കെ ജിദ്ദയിലാണ്, സൗദി അറേബ്യയിലാണ്, ജിദ്ദയിലാണ്. കേട്ടോ? ഓക്കെ 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 ഓക്കെ. നമ്മള് കുറച്ച് എന്തായാലും ഒരു ഹാഫ് ആൻ അവർ കൂടി പോയി, കുഴപ്പമില്ല. ഇല്ല, ഇത് അതല്ല നമുക്ക് ഇനി അത് ഞാൻ എന്തായാലും നോട്ട്സ് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അധികം കേസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യുക കോഴ്സിന്, അല്ലെങ്കിൽ അല്ല, ഇത് നമ്മൾ ഇതുപോലെ നിർബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സെഷൻസ്. അല്ല ഓക്കെ അല്ല നമുക്ക് ഓക്കെ പങ്കെടുക്കാം. കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറയാം, പഠിക്കാമല്ലോ. ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. താങ്ക് യു. എന്തായാലും ഇത്രയും ടൈം ഇവിടെ ബാക്കിയുള്ളവരും ഇത്രയും നേരം നിന്നു. എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് Thank you, ലീവ് ma'am. ചെയ്തത്. എന്തായാലും താങ്ക് യു. സില മാം ഉണ്ടായിരുന്നോ? Thank you for the class. ഓക്കെ താങ്ക് യു താങ്ക് മാം, യു. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക്സ് വെരി ഓക്കെ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ക്ലാസ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അത്രയും നമുക്ക് ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും എക്സ്ട്രാ കുറെ ഇൻഫർമേഷൻസ് മാമിന്റെ കിട്ടുന്നുണ്ട്. അതന്നെ വളരെ ഒരു താങ്ക്സ് മാമിന്റെ. താങ്ക് യു. താങ്ക് യു. വന്ന് ഒരു ദിവസം മാമിന്റെ ഒച്ച കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അസില മാം എന്റെ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും, ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിലും. കാലത്ത് പറയുകയും ചെയ്തു ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. ഓക്കെ നല്ല താങ്ക് യു. ക്ലാസ് ആയിരുന്നു മാം. നിങ്ങളുടെ സജഷൻസ് ആണല്ലോ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് ഇവിടെ പോരാ അവിടെ പോരാ ഇത് ബെറ്റർ ആക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. എന്തായാലും താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഓക്കെ താങ്ക് യു. Good ഗുഡ് night. നൈറ്റ്. യെസ് ബൈ ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. യെസ് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു മാം. യെസ് താങ്ക് യു. ബൈ. ഗുഡ്